താങ്ക് യു ബിനി സർ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള ലൈക്ക് ഒരു ചാൻസ് കിട്ടിയല്ലോ. കാരണം എനിക്ക് പറയാൻ പറ്റും മറ്റാരെക്കാളും കിഡ്സ് കഴിക്കാതെ അച്ഛൻ കിഡ്സ് തന്നിട്ടും അതൊരു പക്ഷെ അച്ഛനോടുള്ള എനിക്ക് ഒരുപാട് നാൾ ശ്വാസം മുട്ടലുണ്ടായിരുന്ന വ്യക്തിയാണ്. സോ എന്നിട്ട് ഞാൻ കഴിക്കാതിരുന്ന ഒരാളാണ്. ഈ മരുന്ന് കഴിച്ചാൽ അസുഖം മാറുള്ളൂ എന്ന് വിചാരിച്ചു ഒരുപാട് വർഷങ്ങൾ 3-4 ഇയേഴ്സ് അച്ഛൻ പറഞ്ഞു 9th 10th +1 +2. ഞാൻ 10th വരെ പഠിച്ചിരുന്ന ഒരു CBSE സ്കൂളിലായിരുന്നു. അപ്പൊ CBSE സ്കൂൾ കഴിഞ്ഞിട്ട് +1 +2 ഗവൺമെന്റ് സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്, എക്സ്പെഷ്യലി CBSE ചെല്ലുന്നവർക്ക്. സോ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ പിന്നീട് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, കാരണം ശ്വാസം മുട്ടല് കാരണം. സോ അപ്പോഴൊക്കെ എനിക്ക് അമ്മയും ഞാനും പറയുന്ന ഡോക്ടറെ കാണണം. ടീച്ചേഴ്സ് പറയും കുട്ടീനെ ഡോക്ടറെ കാണിക്കൂ, ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്റെ അച്ഛൻ എന്നെ കാണിച്ചത്. പക്ഷെ അന്ന് എന്റെ അച്ഛൻ RCMൽ ഇതുപോലെ തന്നെ ഇത്രയും സ്പീഡിൽ ഓടുന്നില്ലെങ്കിലും ഇതിനേക്കാളും കുറച്ചുകൂടെ ഡേയ്സ് ഓടുന്ന ഒരാളായിരുന്നു. കാരണം അന്ന് അച്ഛനൊരു പേള് ആ ഒരു അച്ചീവ്മെന്റിലോട്ടൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. സോ ഇതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പല ദിവസവും ഒരുപക്ഷെ എന്റെ കൂടെ വീട്ടിലിരിക്കാൻ അച്ഛനും അമ്മയ്ക്കും സമയം കിട്ടിയിട്ടില്ല. അമ്മ ഒരു CBSE സ്കൂൾ ടീച്ചറാണ്. സോ അമ്മയ്ക്ക് മന്ത്ലി വൺസ് ആണ് ലീവ് ഉള്ളത്. ആ മാസത്തിൽ ഒരു നമ്മൾ ഹോസ്റ്റലിൽ പോകും, പിന്നെ വീണ്ടും 3-4 പോവേണ്ട ആവശ്യം വരും. അപ്പൊ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ പോയിട്ട് അച്ഛൻ പറയുന്നത് അവിടെ നിന്ന് ഓരോരുത്തർക്ക് ഫോൺ വിളിക്കുമ്പോൾ അച്ഛൻ പറയും മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഉള്ളത്. അതൊരു ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് സാറേ. ആ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഉള്ളതെന്ന് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് എന്റെ അച്ഛൻ പലരോടും പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലൊരു ദേഷ്യമാണ് അച്ഛനോട്. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വയ്യാതെ എന്നെ കാണിക്കാൻ വന്നതല്ലേ, ഈ സമയത്തൊക്കെ ബിസിനസ് കോഴ്സ് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അച്ഛൻ പലപ്പോഴും ജോലിക്ക് പോകുന്നതിന് മുന്നേ, അതായത് RCM ബിസിനസിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മീറ്റിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നേ എന്റെ കയ്യിൽ കിഡ്സ് കലക്കി കൊണ്ട് തന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അച്ഛനും ഓർമ്മയുണ്ടാവും. അപ്പോഴൊക്കെ അച്ഛൻ വിചാരിക്കുന്നത് മോൾ ഇതൊക്കെ കുടിക്കുന്നുണ്ടെന്നാണ്. കുറച്ചൊക്കെ ഞാൻ കുടിക്കും. എനിക്ക് പൊതുവെ ടേസ്റ്റ് പ്രിഫറൻസ് ഉള്ള ഒരാളാണ്. നമുക്കറിയാം കുട്ടികൾക്ക് പൊതുവെ പിക്കറാണ്. ഞാൻ ടേസ്റ്റിന്റെ അങ്ങേറ്റം പിക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഫൈബർ ഒക്കെ ഉള്ളത് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പലപ്പോഴും കുറച്ച് കുടിച്ചിട്ട് ബാക്കി കളയും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഉള്ള ഒരു ബിസിനസ്സിൽ ഈ ഒരു പൊടി കഴിച്ച എന്റെ അസുഖം മാറും. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസം ഇല്ലായിരുന്നു, അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഫുള്ളി വേണോന്ന് വെച്ച് കുടിച്ചിട്ടില്ല. പിന്നീട് +1 +2 സ്കൂളിൽ പോകാതൊക്കെ ആയി. ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകും. ഒരു 30% അറ്റൻഡൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പലരെയും ഹയർ ഓഫീസേഴ്സിനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് അസുഖം ഉള്ളതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അസുഖം വരുന്നത് എന്ന് പഠിക്കണം, എങ്ങനെ ഡോക്ടർ ആയാലാണല്ലോ ഇതിനെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ഡോക്ടർ ആവണം ഞാൻ അച്ഛനോട് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരു വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. അവിടെ ഇത് തന്നെയാണ് സിറ്റുവേഷൻ. ഞാൻ കുറച്ച് ദിവസമേ ഹോസ്റ്റലിൽ നിന്നോളൂ. ഹോസ്റ്റലിൽ നിന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ടൽ വന്ന് കൂടി. സോ വയ്യാതാകുമ്പോൾ കുട്ടികൾക്കുള്ളൊരു ഇതുണ്ട്, പെട്ടെന്ന് അമ്മയും അച്ഛനും കാണാൻ തോന്നും. ഞാൻ +2 വരെയും സ്കൂളിൽ നിന്ന ഒരാളാണ്, വീട്ടിൽ നിന്ന ആളാണ്. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അച്ഛനെ പിരിഞ്ഞ് കുറച്ച് നാൾ നിന്നിട്ടുണ്ട്. അച്ഛൻ ഗൾഫിലുള്ള ഒരു 2 ഇയേഴ്സ്. അല്ലാതെ അമ്മയെ പിരിഞ്ഞോ അനിയനെ പിരിഞ്ഞോ അച്ഛനെ പിരിഞ്ഞോ ഞാൻ അങ്ങനെ ഇരുന്ന് എനിക്ക് ശീലമില്ല. അച്ഛൻ ബിസിനസ്സിനൊക്കെ പോകുമ്പോഴും വരുമല്ലോ, 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ വീട്ടിൽ വരും. എയർഫോഴ്സിലുള്ള സമയത്തൊക്കെ അച്ഛനെ പിരിഞ്ഞിരുന്നിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഹോം സിക്നസ് കുറച്ച് കൂടുതലുള്ള ആളാണ്. സോ വയ്യാത്തതിന്റെ ഒരു ക്ഷീണവും മൊത്തത്തില് വീട്ടുകാരെ കാണാൻ പറ്റാത്ത ഇറിറ്റേഷനെ കാരണം ഞാൻ പതിയെ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിൽ നിന്ന് ഒരാഴ്ച ഹോസ്റ്റലിൽ നിന്നിട്ട് ഹോസ്റ്റലിൽ നിർത്തി. എന്റെ അച്ഛന്റെ പൈസയും പോയി. അവിടെ 3 മാസത്തെ പൈസ അവർ ആദ്യമേ വാങ്ങും, ആ പൈസ പോയി. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. ഇതുപോലെ തന്നെയാണ് എൻട്രൻസ് കോച്ചിങ്. നമുക്കറിയാം സൺഡേ വരെ ഉണ്ട്, മൺഡേ ടു എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഞാൻ അതിൽ പകുതി ദിവസം പോലും പോയിട്ടില്ല. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോവും, പിന്നെ ചിലപ്പോൾ കൊണ്ടുവച്ചാൽ അവിടെ കൊണ്ട് എൻട്രൻസ് കോച്ചിങ് സെന്ററിലാക്കും. തിരിച്ചു വരുമ്പോൾ വീണ്ടും അന്ന് രാത്രി വരെ, കാരണം 1 hour ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻട്രൻസ് കോച്ചിങ് സെന്ററിലോട്ട്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ ഹോമിയോക്ക് അഡ്മിഷൻ എടുത്തു, പോയി. ഹോമിയോക്ക് ഫസ്റ്റ് ഇയർ പോയപ്പോഴും ഇത് തന്നെയാണ് സിറ്റുവേഷൻ. മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് അസുഖം കുറയും, വീണ്ടും അസുഖം കൂടും. സോ ഇങ്ങനെ ഒരു ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അറ്റൻഡൻസിന് ഷോർട്ടേജ് എനിക്ക് പ്രശ്നം വരുന്നത്. ഒരു ദിവസം എന്നെ അമ്മയും അച്ഛനും കോളേജിൽ കൊണ്ട് ചെല്ലുമ്പോൾ ക്ലാസ് ടീച്ചറായ ഒരു സാറുണ്ട്. ആ സാർ ക്ലാസ് ഇൻചാർജ് എന്നൊക്കെ കോളേജിൽ പറയും. സാറ് പറഞ്ഞു നിങ്ങൾക്ക് പ്രിൻസിപ്പളിനെ ഒന്ന് കാണാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്റെ ഡിസീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനായിരിക്കുമെന്ന്. പക്ഷെ ആൾ അതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ കാര്യം അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസ് ഷോർട്ടേജ് ആണെങ്കിൽ ഒരു പക്ഷെ എക്സാം എഴുതാൻ പറ്റില്ല, അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് വരും. സോ ഇനിയെങ്കിലും അറ്റൻഡൻസ് ശ്രദ്ധിക്കണം. എത്ര വയ്യെങ്കിലും കോളേജ് വന്നോളൂ, കാരണം പഞ്ചിങ് ആണ് കോളേജിൽ അറ്റൻഡൻസിനുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എത്ര ശ്വാസം മുട്ടായാലും ഹോമിയോ മരുന്ന് കഴിച്ചിട്ടായാലും അലോപ്പതി മരുന്ന് കഴിച്ചിട്ടായാലും കോളേജിൽ പോയിരിക്കണം. കാരണം അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണമല്ലോ, എന്റെ ശ്വാസം മുട്ടൽ എനിക്ക് എന്തുകൊണ്ടാണ് വന്നത് എന്ന് പഠിക്കണമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു.
ഫസ്റ്റ് ഇയർ ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഫസ്റ്റ് ഇയറിൽ എക്സാം ഒക്കെ ആവാറായ സമയത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോഴും അപ്പോഴേക്ക് എനിക്ക് സ്വന്തമായിട്ട് ഫോൺ അച്ഛൻ വാങ്ങി തരുന്നത് +2 കഴിഞ്ഞിട്ടാണ്. അതായത് എൻട്രൻസ് കോച്ചിങ് ആ ഒരു ടൈമിലാണ് വാങ്ങി തരുന്നത്. സോ ആ സമയത്ത് നമ്മളിപ്പോ ഓരോന്നിന്റെ മീനിങ് അറിയാൻ അല്ലെങ്കിൽ പഠിക്കുന്നതിന്റെ കാര്യത്തിൽ ഡൗട്ട് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ നമ്മൾ നോക്കും. അങ്ങനെയാണ് ഞാൻ ഇച്ചിരി എന്നോട് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഈ കിഡ്സ്. എനിക്ക് ഹോസ്റ്റലിൽ തന്നു വിട്ടിട്ടുമുണ്ട്. ഞാൻ വല്ലപ്പോഴൊക്കെ കഴിക്കും, പലപ്പോഴും കഴിക്കാറില്ലായിരുന്നു, സ്ഥിരമായിട്ട് കഴിക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിന്റെ കണ്ടന്റ്സിനെ പറ്റി നോക്കി. അപ്പോഴാണ് എനിക്ക് ഈ പ്രോഡക്റ്റിൽ ഇത്രയും കണ്ടന്റ് ഉണ്ട് എന്ന് മനസ്സിലായത്. സോ ഇത്രയും കണ്ടന്റ് ഉണ്ടെങ്കിൽ ഇത് എനിക്ക് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്രയും നല്ല പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് അമ്മ എന്ന് മനസ്സിലായത്. അതുവരെ ഞാൻ വിചാരിച്ചത് മുളകൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ്, ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയിൽ കുറച്ചൊരു ന്യൂട്രീഷൻ ബേസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അതും കിഡ്സ് എന്ന് എഴുതുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്, കുട്ടികൾക്ക് 2 to 13 years, 2 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ്. അത് കഴിച്ചാൽ എങ്ങനെ എന്റെ ബ്രോങ്കിയൽ ആസ്മ, ശ്വാസമുട്ട്, സിവിയർ ആയിട്ടുള്ള ആസ്മുള്ള ആള്, 3-4 നേരം ഇൻഹേലർ എടുക്കുന്ന ഒരാള്, പല പല ടൈപ്പ് ഇൻഹേലർ എനിക്ക് ഉണ്ടായിരുന്നു. കളർ വെച്ചിട്ടൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നത്, കാരണം എനിക്ക് അന്നൊന്നും ഇൻഹേലറിന്റെ പേര് ഓർമ്മയില്ല, ഞാൻ 9th-10th പഠിക്കുമ്പോ. സോ ആ ഒരാളിൽ നിന്ന് ഇന്ന് ഒരു പ്രശ്നമില്ലാതെ മഴയത്തും മഞ്ഞത്തും വെയിലത്തും പൊടിയിലും എവിടെയും കളിക്കാനോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനോ, ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നവരെയും ഓൾമോസ്റ്റ് ഒരു 9 months കണ്ടിന്യൂസ് കിഡ്സ് കഴിച്ചു ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം. ചില കാര്യങ്ങൾ നമുക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, ചിലപ്പോൾ നമ്മൾ കണ്ടേ മനസ്സിലാക്കുമെന്ന് പറയുന്നത്. ഒരു പക്ഷെ ഞാൻ ഇതിന്റെ കണ്ടന്റ്സിനെ പറ്റി കണ്ട് മനസ്സിലാക്കിയപ്പോഴായിരിക്കും എന്റെ ഉള്ളിൽ അത് കത്തിയത്, ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. സോ പിന്നെ ഞാൻ കണ്ടിന്യൂസ് 9 മാസം കഴിച്ചു. ഓൾമോസ്റ്റ് സെക്കൻഡ് ഇയർ പകുതി എത്തിയപ്പോൾ എന്റെ ശ്വാസം മുട്ടൽ മൊത്തം മാറി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കുമായിരുന്നു, നീ എന്തിനാ കിഡ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ഇതൊക്കെ ബൂസ്റ്റ് ഹോർലിക്സ് പോലത്തെ പ്രൊഡക്റ്റ് ആണ്, ഇത് കഴിച്ച ശ്വാസം മുട്ടൽ മാറും നിനക്ക് തോന്നുന്നുണ്ടോ? വർഷങ്ങളായിട്ടുള്ള ശ്വാസം മുട്ടലായിരിക്കാം, ചിലപ്പോൾ കുറെ നാള് മരുന്ന് കഴിച്ചത് മാറിയതായിരിക്കാം എന്ന് വരെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം എന്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ ചേഞ്ച് ആയിരുന്നു ആ കിഡ്സ്. ഒരു കണ്ടിന്യൂസ് ഞാൻ 9 months കഴിച്ചു. പിന്നെ പേഷ്യന്റ് അരുണിമ ആയിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് എനിക്ക് മാറാൻ പറ്റി. അറ്റൻഡൻസ് ഫുൾ ഉണ്ടായിരുന്നു. 3rd year 4th year ഒക്കെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് ഇയറിൽ ടോപ്പർ ആയിരുന്നു, 3rd year ടോപ്പർ ആയിരുന്നു, 4th year ടോപ്പർ ആയിരുന്നു. ഫുൾ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു 3rd year 4th year ഒക്കെ. 4th year പിന്നെ കൊറോണ കാര്യം അങ്ങനെ കുറച്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. സോ എന്നാലും സെക്കൻഡ് ഇയർ തൊട്ട് എന്റെ ലൈഫ് മാറ്റിയത് കിഡ്സ് ആണ്. അതുവരെ ഞാൻ ഹോമിയോ മെഡിസിൻ, ആയുർവേദ മെഡിസിൻ, അലോപ്പതി മെഡിസിൻ, ഇത് 3 ആണല്ലോ കേരളത്തിലുള്ളത്, ഇത് 3 ഞാൻ കഴിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഞങ്ങള് ഒറ്റപ്പാലം വരെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നിട്ടുണ്ട്, എറണാകുളം പോയിട്ടുണ്ട്. അവസാനം മീൻ വിഴുങ്ങണമെങ്കിൽ മീൻ വിഴുങ്ങാന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കാരണം എനിക്ക് ശ്വാസം മുട്ടലൊന്നും മാറിയാൽ മതി, കാരണം ഇത് അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല. സോ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയ ഒരാളാണ് ഞാൻ. എന്റെ ശ്വാസം മുട്ടൽ മാറ്റാൻ, അതായത് 5-6 വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എന്റെ ശ്വാസം മുട്ടൽ മാറ്റാൻ കിഡ്സ് ഞാൻ ഒരു 9 മാസം കഴിച്ചപ്പോൾ സാധിച്ചു. അലോപ്പതി മെഡിസിനും ആയുർവേദവും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോപ്പതി പോലും കഴിച്ചിട്ട് എനിക്ക് ഫുള്ളി എഫക്റ്റീവ് ആയിരുന്നില്ല. എന്നിട്ട് പക്ഷെ കിഡ്സിൽ എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ ആ പ്രൊഡക്റ്റിനോട് എനിക്ക് അത്രയ്ക്ക് നന്ദിയുണ്ട്. ആ പ്രൊഡക്റ്റ് എടുത്ത ന്യൂട്രിചാർജ് കമ്പനിയോടും ഉണ്ട് ഒരുപാട് നന്ദി, കടപ്പാട്. ഇന്ന് കിഡ്സിന്റെ ഓരോരോ റിസൾട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞ അത്ഭുതമാണ്. അത്രയ്ക്ക് നല്ല മാർവൽസ് റിസൾട്ട്സ് ആണ് കിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തില് സ്പെഷ്യൽ ചിൽഡ്രൻ അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ, അലർജി ഉള്ള കുട്ടികൾ, സ്കിൻ അലർജി ഉള്ളവര്, ശ്വാസം മുട്ടലുള്ളവര്, ഈവൻ മാരകമായിട്ടുള്ള ക്യാൻസർ ഉള്ള കുട്ടികളുടെ വരെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും നല്ലത് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷെ കുറച്ച് പേരെടുത്തെങ്കിലും പറയാൻ പറ്റുന്നെങ്കിൽ, നമ്മുടെ ലൈഫ് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാവുമെങ്കിൽ അത് ഉറപ്പായിട്ടും നല്ലതല്ലേ. സോ അത്രയും റിസൾട്ട്സ് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതും പ്രഗ്നൻസി തൊട്ട് കഴിക്കുക, അതായത് ഡെലിവറി, കുട്ടി ജനിക്കുന്നതിന് മുന്നേ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, നമുക്ക് RCM നമ്മൾ പറയില്ലേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഉപ്പ് തൊട്ട് ചന്ദനത്തിരി വരെ RCM ഉണ്ട്. ഓരോ പ്രൊഡക്ട്സും അങ്ങേയറ്റം ഹെൽത്തിയാണ്. അത് നമ്മൾ കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ നമ്മുടെ ലോകം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് RCM. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. DHA 200, നമ്മുടെ DHA ട്വിസ്റ്റ്, കിഡ്സ്. സോ നമുക്കൊരു പ്രസന്റേഷനിൽ കൂടെ ഇതിലോട്ട് കടക്കാം. ഓക്കെ, നമ്മളെല്ലാവരുടെയും ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കളെയാണ്. അതിലൊരു സംശയമില്ലല്ലേ. നമ്മളെ ഏറ്റവും വലിയ സ്വത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ സമ്പാദിക്കുന്നത്, ഒരു പക്ഷെ നമ്മൾ ഫുഡ് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ പോലും മക്കളെ കഴിച്ചു നമ്മൾ ഉറപ്പുവരുത്തും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഓരോരുത്തരുടെ ലൈഫിലും സ്വന്തം കുട്ടികൾ. ഒരു ഹെൽത്തി ചൈൽഡ്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ പാരന്റ്സ് ഹാപ്പി ആയിരിക്കും. ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് ഉയർന്നിട്ടുള്ള ആളല്ലെങ്കിൽ പോലും ഒരു എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുട്ടിയുടെ ആരോഗ്യം പ്രോപ്പറാണ്, കുട്ടിക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ അത്യാവശ്യം സമാധാനവും സന്തോഷം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സോ ഇതാണ് നമ്മുടെ DHA ട്വിസ്റ്റിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്ലൈഡിലോട്ട് ഞാൻ പോവാണ്. നമ്മുടെ ബ്രെയിൻ കുട്ടികള് വയറിനുള്ളിൽ, അമ്മയുടെ ഉദരത്തിനുള്ളിലുള്ളപ്പോൾ, യൂട്രസിനുള്ളിലുള്ളപ്പോൾ തന്നെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും.
ഈ ബ്രെയിൻ ആണ് ഒരാളെ ഇന്റലിജന്റ് ആക്കുന്നത്. നമുക്കറിയാം ഐസക് ന്യൂട്ടൺ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ, സയന്റിസ്റ്റുകളെ, നാസയിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് പേരെ നമുക്കറിയാം. ഇവർക്കൊക്കെ ഉള്ള സ്പെഷ്യാലിറ്റി, ഇവർ കുറച്ചും കൂടെ ഇന്റലിജന്റ് ആണ്, ഇവരുടെ ഐക്യ കൂടുതലാണ്. ഇതിനുള്ള റീസൺ ബ്രെയിൻ്റെ ആണ്. ബ്രെയിന്റെ 70% ഡെവലപ്മെന്റ് നടക്കുന്നത് വയറിനുള്ളിൽ, യൂട്രസിനുള്ളിൽ വെച്ചാണ്. ഉദരത്തിനുള്ളിൽ തന്നെ ബ്രെയിനിന്റെ 70% ഡെവലപ്മെന്റ് നടക്കും. സോ നമ്മളൊരു കുട്ടി ജനിച്ചതിന് ശേഷം അവനെ ബുദ്ധിശാലിയാക്കാം, കുട്ടി ജനിച്ചതിന് ശേഷം അവനെ സ്മാർട്ട് ആക്കാം എന്നൊക്കെ പലരും വിചാരിക്കും. അവനെ അത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളും നമ്മുടെ പാരന്റ്സിന് ഉണ്ടാവും. പക്ഷെ 70% ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് കുട്ടി യൂട്രസിനുള്ളിൽ ഉള്ളപ്പോൾ തന്നെയാണ്. സോ നമ്മൾ എപ്പോൾ തൊട്ട് ശ്രദ്ധിച്ചു തുടങ്ങണം? കുട്ടീനെ നമ്മൾ ക്യാരിങ് ആയിരിക്കുന്ന സമയത്ത്, പ്രഗ്നൻസി തൊട്ട് ശ്രദ്ധിച്ചു വേണം. അതുകൊണ്ട് തന്നെയാണ് പലരും പ്രഗ്നന്റ് ആവുന്ന ലേഡീസ് പറയുന്ന എല്ലാം സാധിച്ചു കൊടുക്കാൻ നോക്കുന്നത്. ഒരു ഫുഡ് കഴിക്കുന്ന ആഗ്രഹം തോന്നിയാൽ നമ്മളത് വാങ്ങിച്ചു കൊടുക്കും. ഈവൻ പലരും കുങ്കുമപ്പൂ വാങ്ങിച്ചു കൊടുക്കും കുട്ടിക്ക് കളർ വെക്കാൻ. എന്തിനാണ് ഈ കുങ്കുമപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടോട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഐതിഹ്യമാണ്, കുങ്കുമപ്പൂ കഴിച്ചാൽ കുട്ടിക്ക് കളർ വെക്കും. കുങ്കുമപ്പൂ കഴിച്ചാൽ കുട്ടിക്ക് കളർ വെക്കില്ല, പകരം കുട്ടിയുടെ കാൽഷ്യം അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് കുങ്കുമപ്പൂ പണ്ടത്തെ ആൾക്കാർ കഴിച്ചു തുടങ്ങിയത്. നമ്മളത് ബിലീവ് ചെയ്തു കളർ വെക്കാനാണ്. സോ വൈഫിന് ആഗ്രഹമുണ്ട് കുട്ടിക്ക് നല്ല കളർ വേണം, അല്ലെങ്കിൽ അച്ഛന് ആഗ്രഹമുണ്ട്, അപ്പൊ കുങ്കുമപ്പൂ കഴിക്കും. സത്യത്തിൽ ഇതൊക്കെ കുട്ടിയുടെ ബ്രെയിനാണ് കിട്ടേണ്ടത്. ഇതെല്ലാം ഏറ്റവും നമുക്കൊരു കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രോട്ടീനിയസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, നന്നായിട്ട് വെള്ളം കുടിക്കാം, അയൺ കണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. അതിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് DHA. അതിനോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ഇന്റലിജന്റ് ചൈൽഡിന് വേണ്ടത് നമ്മുടെ അമ്മയുടെ വൂമ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് ഉദരത്തിനുള്ളിൽ തന്നെ അതിന്റെ ഡെവലപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് റിസർച്ചേഴ്സ് പറയുന്നുണ്ട് DHA ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻ. അതായത് ഒരു കുട്ടിയുടെ ബ്രെയിനിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ന്യൂട്രിയൻ DHA ആണെന്ന് പല പല റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. DHA പല പല ഫങ്ഷൻസ് ഹെൽപ്പ് ചെയ്യും. ബ്രെയിനിൽ ഒരുപാട് ഫങ്ഷൻ നടത്താൻ വേണ്ടി DHA ഹെൽപ്പ് ചെയ്യും. ആദ്യത്തെ ഫംഗ്ഷൻ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ട്, അതായത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വരാൻ, വികസിച്ച് വരാൻ വേണ്ടിയിട്ട്, വികസനമാണ് ഡെവലപ്മെന്റ് മലയാളം കറക്റ്റ് വാക്ക്, അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് DHA ആണ്. അതുപോലെ തന്നെ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യണം. എന്തായാലും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യും അല്ലെ, ഒരു ഓർഗൻ ആകുമ്പോൾ അത് വളർന്നു വരും, അതിന് ആക്ടിവേഷൻ കിട്ടണമല്ലോ. അത് ആക്റ്റീവായിട്ട് ഇരിക്കാനും ആക്ടിവേറ്റ് ചെയ്യാനും DHA ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും, അതിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ DHA ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു പ്രഗ്നന്റ് ലേഡിക്ക് എത്ര DHA വേണം? 400 മില്ലിഗ്രാം DHA ആണ് ഒരു പ്രഗ്നന്റ് ലേഡി ഡെയിലി കഴിക്കേണ്ടത്. റിസർച്ച് പ്രകാരം ഒരു പ്രഗ്നന്റ് ലേഡി മിനിമം കഴിക്കേണ്ടത് 400 മില്ലിഗ്രാം DHA ആണ്. DHA പറ്റി പല പല കൺട്രീസ് റിസർച്ച് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാൽക്കുലേഷൻ. ഈവൻ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് ഇതിനെപ്പറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ജേർണലാണത്. ഇനി നമുക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കൺട്രിയാണ് അമേരിക്ക അല്ലേ. അമേരിക്കയാണ് ഏറ്റവും എല്ലാവരുടെ മനസ്സിൽ. ഇപ്പോ ഡോളറിന്റെ ഒരു പൈസ കൂടുമ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികം അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഹെൽത്തിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് അമേരിക്ക. അവരും DHA പറ്റിയിട്ട് റിസർച്ച് നടത്തി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലും യുണൈറ്റഡ് കിങ്ഡത്തിലൊക്കെ ഈ DHA പറ്റി ഒരുപാട് പേര് റിസർച്ച് നടത്തുന്നുണ്ട്. ഇന്നും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ മസ്റ്റ് ആയിട്ട് ഡെലിവറിക്ക് പോകുന്ന, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി കൺസേണുമായിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നവർക്കൊക്കെ DHA അവർ റെക്കമെൻഡ് ചെയ്യാറും ഉണ്ട്. ഇറ്റലിയിലും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈവൻ ഇന്ത്യയിലും പ്രഗ്നന്റും ലാക്ടേറ്റും മദേഴ്സും DHA എടുക്കണം. ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് DHA എടുക്കണമെന്ന് നമ്മളും ഇന്ത്യയിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട്. അത് റിസർച്ച് ജേർണലിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ DHA കുട്ടിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം കുട്ടി ആ സമയത്ത് വയറിനുള്ളിലാണല്ലോ, യൂട്രസിനുള്ളിലാണ്. സോ അമ്മയുടെ പ്ലാസന്റ, അതായത് അംബിലിക്കൽ കോഡ് വഴിയാണ്, അംബിലിക്കൽ കോഡ് കഴിഞ്ഞിട്ട് ഒരു പ്ലാസന്റ ലെയർ ഉണ്ട്, ആ പ്ലാസന്റ വഴിയിട്ടാണ് കുട്ടിക്ക് DHA കിട്ടുന്നത്. ഇത് എങ്ങനെ, എവിടെ നിന്നാണ് മോസ്റ്റ്ലി DHA സോഴ്സ് കിട്ടുന്നത്? പലർക്കും മീൻ ഗുളിക അങ്ങനെ പലതും അറിയാം. ഫിഷ് ഓയിലിൽ നിന്നാണ് എടുക്കുന്നത് എന്നാണ് നമ്മൾ പലരും ബിലീവ് ചെയ്ത് വെച്ചത്, അതായത് വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്. ഫിഷിൽ നിന്നായിരിക്കാം, അതായത് മീൻ ഗുളിക ഫിഷ് ഓയിലിൽ നിന്നായിരിക്കും അത് എടുക്കുന്നത് എന്നാണ് പലരുടെയും ഒരു വിചാരം, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ DHA എടുക്കുന്നത് ഫിഷിനല്ല, ഫിഷ് കഴിക്കുന്ന ഒരു ആൽഗയിലാണ് DHA കണ്ടൻസ് ഉള്ളത്. സോ ഇന്ത്യയിൽ പലരും വെജിറ്റേറിയൻസ് ആണ്. സോ പലർക്കും ഫിഷ് ഓയിലിൽ നിന്ന് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ മീൻ കഴിക്കുന്നത് പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ളവർക്ക് ഒരു വെജിറ്റേറിയൻ DHA അത്യാവശ്യമാണ് എന്ന് നമ്മുടെ ന്യൂട്രിചാർജ് കമ്പനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ആൽഗയിൽ നിന്നുള്ള
DHA അവർ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. ഈ ഫിഷ് ഓയിൽ പലപ്പോഴും നമുക്ക് പ്രഗ്നൻസി സമയത്തൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൾറെഡി പ്രഗ്നൻസി സമയത്ത് എസ്പെഷ്യലി ആദ്യത്തെ ട്രൈമസ്റ്ററിൽ എന്തുണ്ടാവും, ഒരുപാട് ഒക്കാനും ഛർദിലൊക്കെ ഉണ്ട സമയമാണ്. അപ്പൊ ഈ ഫിഷ് ഓയിലിന് ഒരു സ്മെല്ലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു വെജിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഈക്വലി കഴിക്കാൻ പറ്റും, സ്മെല്ലിന് പ്രശ്നമില്ല എങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാ നമ്മുടെ ഫിഷ് ഓയിൽ എന്നല്ല, ഫിഷ് എന്നല്ല എടുക്കുന്നത്, നമ്മുടെ DHA കംപ്ലീറ്റ്ലി പ്ലാന്റ് ബേസ്ഡ് DHA ആണ്. ഈ ഒരു മറൈൻ ആൽഗെ എന്നാണ് നമ്മൾ DHA എടുക്കുന്നത്. അതിന് മുന്നേ ഉള്ള കമ്പനികൾ അല്ലെങ്കിൽ ഒരുപാട് കമ്പനീസ് ഫിഷ് ഓയിലിന് DHA എടുക്കുന്നുണ്ട്. സോ അവർ ചെയ്ത് എന്താണ്, ഈ മറൈൻ ആൽഗേനെ ആര് കഴിക്കും, ഫിഷ് കഴിക്കും. ആ ഫിഷിന്റെ ഓയിലാണ് അബ്സോർബ് ചെയ്ത് ഫിഷ് ഓയിലായിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഫിഷ് ഓയിൽ കൺവേർട്ട് ചെയ്തിട്ട് ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഈ മറൈൻ ആൽഗെ എന്നാണ് RCMന്റെ ന്യൂട്രിചാർജ് കമ്പനി ഈ നമ്മുടെ DHA ഉണ്ടാക്കുന്നത്. അതിനർത്ഥം ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ്, വെജിറ്റേറിയൻസിനും വിശ്വസിച്ച് കഴിക്കാം. ഇതിൽ സ്മെല്ലിന്റെ പ്രശ്നമില്ല. പലപ്പോഴും ഡെലിവറി സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് പലർക്കുള്ള ഒരു പ്രശ്നമാണ് സ്മെല്ലിന്റെ ഇഷ്യൂസ്. അപ്പൊ ഇതിന് ഒരു സ്മെല്ലിന്റെ ഇഷ്യൂസും ഇല്ല. ആർക്കും, പലരും കഴിക്കുന്നവരിവിടെ ഉണ്ടാവും, ആർക്കും ഒരിക്കലും ഇത് കഴിച്ചിട്ട് ഒരു സ്മെല്ലിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ ഇത് കഴിച്ച് നോക്കാനും വരുന്നവരാരും ഉണ്ടായിരിക്കില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ്, ഇതിനൊരു സ്മെൽ പ്രശ്നവും ഇല്ല. ഈവൻ ഇതിന്റെ ക്യാപ്സ്യൂൾ വരെ കരാഗിൻ ആണ്, ക്യാപ്സ്യൂൾ വരെ വെജിറ്റേറിയൻ ആണ്. പല ടാബ്ലറ്റിന്റെയും ക്യാപ്സ്യൂള് ജെലാറ്റിൻ ഒക്കെ ആയിരിക്കാം, പക്ഷെ ഇതിന്റെ ക്യാപ്സ്യൂളും കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിട്ടുള്ള കാരാഗ്രീൻ പ്രൊഡക്റ്റ് ആണ്. ഇനി നമ്മൾ എത്ര DHA കഴിക്കണം? ഡെയിലി പ്രഗ്നന്റ് ലേഡീസ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാര് 2 ടാബ്ലറ്റ് വെച്ച് കഴിക്കണം. രാവിലെയും രാത്രിയായിട്ട് 2 ടാബ്ലറ്റ് വെച്ച് കഴിക്കണം. കൂടെ 1 ഗ്ലാസ് വെള്ളവും കുടിക്കണം. നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ കുട്ടിയുടെ ഒരു ബ്രെയിൻ പവർ അല്ലെങ്കിൽ ഇന്റലിജൻസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷേ പ്രഗ്നൻസി സമയത്ത് അവർ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് എല്ലാവരും, ഇപ്പൊ നമ്മളൊരു മീറ്റിങ്ങിന് പോയി അല്ലെങ്കിൽ ഒരു ബസ്സിൽ കയറി എവിടെ നമ്മൾ പോയാലും ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു ക്യാരിങ് ആയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും. കാരണം അത്രയും കെയർ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് പ്രഗ്നൻസി. സോ ആ ഒരു സമയത്ത് നമ്മുടെ കുട്ടിയുടെ ഇന്റലിജൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ പിന്നീട് നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. സോ നമ്മള് DHA കഴിക്കാത്തവരാണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസോ അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സോ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ DHA കഴിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്ന ആരെങ്കിലും വൈഫോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ പ്രഗ്നന്റ് ആണ്, കാരിങ് ആണ്, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ആണ്, പാൽ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഒരു DHA ഗിഫ്റ്റ് ആണ്. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്കറിയാം എന്റെ വീട്ടിൽ വന്ന പല RCM മെമ്പേഴ്സും എനിക്ക് DHA 200 കൊണ്ട് തന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ DHA 200 ഇല്ലാഞ്ഞിട്ടല്ല അവരത് കൊണ്ടു തന്നത്. അത്രയും ഇതിലും വലുതൊന്നും കൊടുക്കാനില്ല. ഫ്രൂട്ട്സിനെ, വെജിറ്റബിളിനെ, നട്ട്സിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് DHA എന്ന് അവർക്കറിയാം. അതുകൊണ്ട് എനിക്ക് പലരും കൊണ്ടു തന്നിട്ടുണ്ട് DHA 200 ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത്. അത് ഞാൻ ഈ സമയത്ത് ഓർക്കുവാണ്. ഇനി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? നമ്മൾ DHA ഡെയിലി കഴിച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്കുള്ളത്? ഫസ്റ്റ് നമുക്കറിയാം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ ഐ ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം നമ്മൾ എന്ത് ജീവിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് വേൾഡിലാണ്. എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കണം. നമ്മൾ എന്ത് കാര്യമാണ് നമ്മൾ എടുത്ത് നോക്കുന്നത് ഫോണിലാണ്. നമ്മളിപ്പോ പണ്ട് നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ബുക്ക് നോക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഡിക്ഷണറി ഉണ്ടാവും, വേർഡിന്റെ മീനിങ് അറിയാൻ ഡിക്ഷണറി ഉണ്ടാവും. ഇന്ന് നമ്മൾ എത്ര പേരുണ്ട് ഒരു വേർഡിന്റെ മീനിങ് അറിയാൻ വേണ്ടിയിട്ട് ഡിക്ഷണറി എടുത്ത് നോക്കുന്നവര്? നമ്മൾ എന്താ ചെയ്യുന്നത്? ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ ഏതാണ് ബ്രൗസർ നമുക്ക് ഈസി ആയിട്ടുള്ളത് നമ്മൾ ആ ബ്രൗസർ യൂസ് ചെയ്യും. സോ നമ്മളുടെ വരാൻ പോണ അടുത്ത ജനറേഷൻ അതിനേക്കാളും സ്പീഡായിട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കാം. സോ അപ്പൊ എന്തായാലും നമുക്കറിയാം അവരുടെ കണ്ണിന് നമ്മളെക്കാളും ഇരട്ടി പണി വരാൻ പോകുന്നവരാണ്. സോ അപ്പൊ ഇപ്പോഴേ നമ്മുടെ കുട്ടികളെ കണ്ണ് ശ്രദ്ധിക്കാൻ പറ്റും. ഈ ഒരു DHA കുട്ടികളുടെ ഐ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ഫുൾ ടേം പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഡെലിവറി ഫുൾ ടേം ആവുന്നതിന് മുന്നേ, മാസം തികയുന്നതിന് മുന്നേ പലർക്കും പെയിൻ വരും, അങ്ങനെ ഡെലിവറി ചിലർക്ക് വെള്ളം ബ്ലോക്ക് ചെയ്തൊക്കെ ഡെലിവറി വരാറുണ്ട്. സോ DHA കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഫുൾ ടേമിന് ശേഷമായിരിക്കാം ഡെലിവറി നടക്കുന്നത്. സോ അങ്ങനെയും കുട്ടി കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടൊരു ബേബിനെ നമുക്ക് കിട്ടും. അതുമാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടിയുടെ ജനിക്കുമ്പോൾ ഉള്ള നോർമൽ വെയിറ്റ്, അല്ലെ? 2.5 to 3.5 അല്ലെങ്കിൽ ഒരു 4 വരെ നമ്മൾ നോർമൽ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ഒരു വെയിറ്റ്, നോർമൽ വെയിറ്റ് എത്താൻ നമ്മൾ ഓരോ തവണ USG റിപ്പോർട്ടും പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ജേർണി കൂടെ കടന്നു പോയവർക്കൊക്കെ അറിയാം. നമ്മൾ റിപ്പോർട്ടിൽ ആദ്യം നോക്കുന്നത് എന്താണ്? കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട്. ചിലർ പറയും അയ്യോ ഇനിയിപ്പോ കുട്ടിക്ക് വെയിറ്റ് കുറവാണ്, മുട്ട കഴിക്കണം, പാല് കഴിക്കണം, അല്ലെ? ഓരോ പ്രൊഡക്ട്സ് കഴിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സമയത്ത് നോക്കും. സോ അതിനൊക്കെ നമുക്ക് കുട്ടിയുടെ വെയിറ്റ് നോർമൽ ആക്കാനും കപ്പാസിറ്റി ഉള്ള ഒരു മോളിക്യൂളാണ് DHA.
ഇനി കുട്ടിയുടെ സൈക്കോമോട്ടാർ സ്കിൽസ്, അതായത് കളിക്കാനുള്ള സ്കിൽസ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കിൽസ്. നമ്മളിപ്പോ ബ്ലോക്സ് ഒക്കെ വെച്ച് കളിക്കുന്ന ഒരു ഫോട്ടോ കാണില്ല, അതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ DHA ഹെൽപ്പ് ചെയ്യും. കുട്ടിയുടെ വിഷൻ ഇംപ്രൂവ് ചെയ്യാൻ, ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ എത്രയാണോ, ലാപ്ടോപ്പ് എത്രയാണോ, അതിനേക്കാളും ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്ന ജനറേഷനാണ് ഇനി വരാനിരിക്കുന്നത്. സോ അവരുടെ വിഷൻ ഹെൽത്തി ആക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ കൺട്രോളിൽ നിർത്താൻ പറ്റില്ല. അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യും. അവർ സ്കൂളിൽ പോയി തുടങ്ങും. ഫുൾ ടൈം നമ്മുടെ കൺട്രോളിലല്ല. പക്ഷെ മുമ്പിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം, ഉദരത്തിലുള്ള കുട്ടിയെ സംബന്ധിച്ചോളം അവരുടെ ഹെൽത്ത് ഫുള്ള് നമ്മൾ എങ്ങനെ നോക്കുന്നു അനുസരിച്ചിരിക്കും. സോ ഇപ്പൊ നമുക്ക് അതെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അത് ചെയ്യാം. ഡെയിലി എങ്ങനെ കഴിക്കണം എന്നാണ്, 2 നേരം വേണം കഴിക്കണം ക്യാപ്സൂൾ കഴിക്കേണ്ടത്. ഡ്യൂറേഷൻ, എത്ര നാള് കഴിക്കണം? ഫ്രം ദ ഫസ്റ്റ് ഡേ ഓഫ് പ്രഗ്നൻസി ടു ദ ലാക്ടേഷൻ, നമ്മൾ എത്ര നാളാണോ മുലയൂട്ടുന്നത് അത്രയും നേരം വരെ നമുക്ക് ഈ DHA കഴിക്കാം. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഇത് കുറച്ച് ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റും ഒക്കെ പറയുന്ന ഒരു ഇതാണ്. I'm Dr. Meena Kamath and I'm a gynecologist obstetrician in Borivali, West Mumbai since 20 years. Hi, I am Dr. Smita Shah. I am a senior obstetrician and gynecologist from Pune. Since 25 years, I've been running my clinic in on the area in Pune. I'm Dr. Shada Jain. I'm a gynecologist. I'm also the Secretary General of Delhi Gynecologist Forum. I've spent 2 decades teaching at PGI Chandigarh and Lady Hardy Medical College. I'm Dr. Sapna Verma. I'm an obstetrician and gynecologist. I've been working for the past 8 years in this field. Currently, I'm working at MediPoint Hospital as a consulting gynecologist. So today, I'm going to talk about DHA and its importance for pregnant women. DHA molecule is a very important molecule, which is very important for the growth of the child in the womb and its mental health. As you can see here, these pictures show the development stages of a fetus for complete 9 months. This is the first month, this is the second month, and this is the third month. By the end of the third month, the fetus's brain has developed anatomically. For complete 9 months, the fetus is fed DHA through the placenta. This is the 4th month, 5th month, and 6th month's development. Here you can see the placenta and umbilical cord. Umbilical cord connects the fetus with the placenta, and through placenta, the fetus gets DHA. 7th month, 8th month, and 9th month. At the end of 9th month, 70% of the brain is already developed. I recommend pregnant women should take regularly 400 milligram of DHA daily. Even after the delivery, the kid's brain's development for the first 2 years is up to 15%. During this period, the baby gets DHA through mother's milk. That is why, along with pregnancy, during breastfeeding as well, DHA consumption is very important so that through mother's milk, DHA reaches the child. DHA daily intake helps in proper development of child's brain. Its visual acuity becomes good and its language power also becomes good. Whenever I prescribe DHA, since it is made up of fish, many women do not consume it. In our country, many women are vegetarian, hence they do not want to consume DHA made up of fish oil or soft gel capsules made up of bone powder. That is why, in my understanding, if we can find any vegetarian source of DHA supplement, our pregnant women during pregnancy and breastfeeding can happily and continuously keep on consuming this supplement. That is why I recommend DHA to all pregnant women whom I treat and who are under my care. That is why if there is any vegetarian source of DHA available, it will be really helpful for Indian women. സോ ഇത് DHA പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അതായത് ഒരുപാട് 3-4 ഡോക്ടേഴ്സ് നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ നമുക്ക് പലർക്കും തോന്നാം കുട്ടി ജനിക്കാറാകുമ്പോൾ DHA കഴിച്ചാൽ പോരെ അല്ലെ. സോ ഇതിൽ അവർ ഓരോ വീക്ക് ബൈ വീക്ക്, മന്ത് ബൈ മന്ത് ഒരു ഗ്രോത്ത് കാണിച്ചു. ആദ്യത്തെ 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, ഓൾമോസ്റ്റ് 9ാമത്തെ മാസം ആയപ്പോഴാണ് 70% ഫോം ചെയ്തത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ, പ്രഗ്നന്റ് ആണെന്ന് എന്ന് നമ്മൾ അറിയുന്നോ അന്ന് തൊട്ടേ DHA സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറയാം, നിങ്ങളൊരു ഡെലിവറി പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബേബിനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾക്ക് DHA കഴിച്ചു തുടങ്ങേണ്ടതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇപ്പൊ നമ്മള് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുവാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് പറയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. സോ അതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ് DHA. അത്രയും പവർ ആണ് DHAക്ക് ഉള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ ഒരു ടോപ്പ് 10 കൺട്രീസിലാണ് ഇത്രയും മീൻസ് ഈ ഒരു റാങ്കിങ്ങിലാണ് കുട്ടികൾ ജനിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നമുക്കറിയാം പോപ്പുലേഷനിൽ ഏറ്റവും ഫസ്റ്റ് നമ്മളാണ്, അത് കഴിഞ്ഞിട്ട് ചൈനയാണ്. ഇതാണ് ആ ഒരു ഫിഗർ.
ഇതില് ഓട്ടിസം ഉള്ളത് 1-31 കുട്ടികൾക്ക് US ഓട്ടിസം ഉണ്ട്. നമുക്കറിയാം നമ്മളെക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് കൺട്രിയാണ് US. ഡയഗ്നോസിസ് സെന്റേഴ്സ് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറുണ്ട്. ഇത് US 31 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ട്. പക്ഷെ അത് ഇന്ത്യയിലെ കണക്കെടുക്കുമ്പോൾ ഓൾമോസ്റ്റ് 400 തൊട്ട് 500 കുട്ടികൾ വരെ. നമുക്കൊരു പ്രോപ്പർ കണക്കില്ല. കാരണം നമുക്കറിയാം പലരും ഡയഗ്നോസ് പോലും ചെയ്യാറില്ല. നമ്മളെ തന്നെ പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. കാരണം ടെസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കണമല്ലോ. അത് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അസുഖം ഇല്ലെന്നാണല്ലോ അർത്ഥം. അതേപോലെയാണ് പലരും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കില്ല. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാൽ ടെൻഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് പലരും അതിനെപ്പറ്റി കൺസേൺ കാണിക്കാറില്ല. ഇന്ത്യയിൽ ഒരു 400-500 കുട്ടികളിൽ ഓരോരുത്തർക്ക് വീതം ഓട്ടിസം ഉണ്ട്. US അത് 68 ഒരാൾക്കാണെങ്കിൽ ഇന്ത്യയിൽ 400-500 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ ഒരാൾക്ക് ഓട്ടിസം ഉള്ളതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 1.1 to 1.5% കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ട്. അത് ആ ഒരു ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 to 9, 2 തൊട്ട് 9 വയസ്സുള്ള കുട്ടികൾക്കാണത്. ഇനി 10% കുട്ടികൾക്ക് അത് ഓട്ടിസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമായിരിക്കും. കാരണം നമ്മളെ കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കും. സ്കൂളിൽ പോയിട്ടായിരിക്കും ഓരോരോ ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷെ പലരും ഓട്ടിസം തിരിച്ചറിയുന്നത് തന്നെ. സോ ഇതിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനും ഉള്ളൊരു പ്രോപ്പർ മോളിക്യൂൾ ആണ് DHA. കാരണം നമുക്കറിയാം ഇതിന്റെയൊക്കെ ബേസിക് റീസൺ ബ്രെയിനിന്റെ പ്രശ്നമാണ്. സോ അതിന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ഒന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, നമുക്കെന്നെ അറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു സ്പെഷ്യൽ ചിൽഡ്രൻ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. പേരിൽ സ്പെഷ്യൽ ആണെങ്കിൽ പോലും അവരെ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കാണാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വളരെയധികം മനഃശക്തി തന്നെ വേണം. ആ പാരന്റ്സിന്റെ സിറ്റുവേഷൻ നമുക്ക് ആലോചിക്കാൻ പറ്റില്ലല്ലേ. കുട്ടിയുടെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അത് വീട്ടിൽ ഒരാൾ ഫുൾ ടൈം വേണ്ടി വരും കുട്ടിയുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ കുട്ടിക്ക് കുറച്ചൊക്കെ ഡെവലപ്മെന്റൽ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പലതും കുട്ടിക്ക് മനസ്സിലാക്കാനും പറ്റില്ല. സോ അതൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഉള്ള ഒരു കഴിവുള്ള ഒരു മോളിക്യൂളാണ് നമ്മുടെ DHA. സോ അതുകൊണ്ട് ഏതൊരു പ്രഗ്നന്റ് ലേഡീസും അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് DHA 200. ഇനി നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടി എന്നാണോ സോൾഡ് സ്റ്റാർട്ട് ചെയ്തത്, നമ്മളിപ്പോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും 6 മാസം ആകുമ്പോഴാണ് കുട്ടികൾക്ക് നമ്മൾ സോൾഡ് ഭക്ഷണങ്ങൾ കൊടുത്തു കൊടുക്കുന്നത് അല്ലെ. അതായത് അമ്മയുടെ മുലപ്പാൽ അല്ലാതെ ബാക്കി ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്ന 6ാമത്തെ മാസത്തിലാണ്. കുറുക്കായിരിക്കാം, ചോറായിരിക്കാം, നമുക്ക് കഞ്ഞിയായിരിക്കാം, പലർക്കും പല ഇഷ്ടമുള്ളത് കൊടുക്കും. സോ അതിന്റെ കൂടെ നമുക്ക് കുട്ടിക്ക് DHA ട്വിസ്റ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. അത് പൊട്ടിച്ച് മിക്സ് ചെയ്ത് ഫുഡ് വഴി നമുക്ക് 6 മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു മകളുണ്ട്, ഇർഷിക എന്നാണ് പേര്. ഇപ്പോ 1 വയസ്സും 2 മാസമായി. ഞാൻ അവൾക്ക് 6th മന്ത് തികഞ്ഞപ്പോഴേ തന്നെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കൂടെ DHAയും സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതൊരു കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾ ആണ് ഇതും. സോ ഇതും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നോൺ വെജ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലെങ്കിൽ അതിനൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അതിനെ പറ്റിയും ടെൻഷൻ ആവേണ്ട. ഇതും കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. ഇത് ഓരോ DHA ട്വിസ്റ്റിനും 50 മില്ലിഗ്രാം DHA ആണ് ഉള്ളത്. ഇതിന്റെ പേര് ആ ഒരു റീസൺ അത് തന്നെയാണ്. നമ്മൾ ഈ ക്യാപ്സ്യൂളും നെക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത് നമ്മുടെ കുട്ടിയുടെ ഫുഡിലോട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് കൊടുക്കാൻ. ഇനി ഇത് കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് പലർക്കും കൺസേൺ ഉണ്ടായിരിക്കും. കാരണം ഇതൊരു ഓയിൽ പോലെയാണല്ലോ. DHA ബേസിക്കലി ഒരു ഓയിൽ ആണല്ലോ. സോ ഇതെല്ലാവരും കഴിക്കൂ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം. ഇതിനുള്ളിലുള്ളത് കാരമലും സ്ട്രോബെറിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. പല കുട്ടികളും ഇത് പൊട്ടിച്ച് വായിലിട്ട് കഴിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ എന്റെ മോളത് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. വെറുതെ ഓരോരുത്തർ പറയുന്നത്. അതിന് മുന്നേ എന്നോട് പലരും പറഞ്ഞു വേണം DHA വെറുതെ പൊട്ടിച്ച് കഴിക്കും. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു അതൊരു ഓയിലല്ലേ, അതെങ്ങനെ കഴിക്കാൻ പറ്റും, അതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ കുട്ടികൾക്ക് അത് വളരെയധികം ഇഷ്ടമാണ്. അത് പലരും തനിയെ തന്നെ എടുത്ത് കഴിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈവൻ എന്റെ മോൾക്ക് ആകെ 1 വയസ്സ് 2 മാസമാണ്. അവള് തന്നെ നമ്മൾ കൈ കൊടുത്ത് അപ്പൊ തന്നെ അത് അവൾക്കറിയാം. ഇപ്പൊ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 മാസം അല്ലെങ്കിൽ 6 മാസം 8 മാസമായിട്ട് സ്ഥിരം കഴിക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഇത് അവൾക്ക് തന്നെ അത് കയ്യിൽ കൊടുത്തറിയാം ഇത് കഴിക്കാനുള്ളതാണ്. അവള് തന്നെ തനിയത് പൊട്ടിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. സോ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ കഴിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നത് ഉറപ്പായിട്ട് ഇത് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആണ്. കാരമൽ സ്ട്രോബെറിയുടെ ഇതാണ്. സോ അതുകൊണ്ട് ഇത് ഏതൊരു കുട്ടിക്കും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ആണ്. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഗ്നൻസി സമയത്തൊക്കെ തന്നെയാണ്. പക്ഷെ ഫുള്ളി ആക്റ്റീവായി തുടങ്ങുന്നതും അവർ ഓരോന്ന് പഠിക്കുന്നതും അവർ ഓരോ കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നതും ഓരോ ഇമോഷൻസ് ഒക്കെ ഫുള്ളി മനസ്സിലാക്കുന്നതും ഈവൻ നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചു അതൊക്കെ ഫുള്ളി ഓർത്തൊക്കെ ഇരുന്ന് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ 2 വയസ്സിന് ശേഷമായിരിക്കും. സോ ആ ഒരു ബ്രെയിൻ ഫുള്ളി ആക്റ്റീവ് ആവുന്ന ഒരു സമയം 2 വയസ്സിലാണ്. DHA നമ്മുടെ ബ്രെയിൻ ആക്ടിവേഷൻ ഏറ്റവും നല്ല സാധനമാണ്. സോ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഡെയിലി 2 ക്യാപ്സ്യൂൾ വീതം കൊടുക്കാം. രാവിലെയും രാത്രിയായിട്ടോ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടായിട്ടോ 2 ക്യാപ്സ്യൂൾ വീതം നമുക്ക് 2 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാം. കാരണം അവരുടെ ബ്രെയിൻ ആക്ടിവേഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. 6 മാസം തൊട്ട് 2 വയസ്സ് വരെ നമുക്ക് ഡെയിലി 2
സോറി, ഒരു ക്യാപ്സ്യൂളാണ് കൊടുക്കേണ്ടത്. 2 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ, 6 വയസ്സ് തൊട്ട് 13 വയസ്സ് വരെ നമുക്ക് 3 ക്യാപ്സ്യൂൾ കൊടുക്കാം. 6 to 13 years നമുക്ക് 3 ക്യാപ്സ്യൂൾ വീതം കൊടുക്കാം. സോ അപ്പൊ ഒരു ദിവസം 150 milligram DHA അവർക്ക് ഡയറ്റ് വഴി നമുക്ക് കിട്ടും. ഇത് അല്ലാതെ നമുക്ക് ഫുഡ് വഴി സപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് ഡെയിലി കൊടുക്കണം. അല്ല, എല്ലാ ദിവസവും ഡെയിലി ഫിഷ് കഴിക്കുന്നവരുണ്ടായിരിക്കില്ല, വെജിറ്റേറിയൻസിന് ഫിഷ് കിട്ടില്ല. സോ അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഒരു കുറവ് സംഭവിക്കും. സോ അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിട്ടുള്ള DHA തന്നെ നമ്മുടെ കമ്പനി ഇറക്കിയത്. അത് മാത്രമല്ല, ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യയിൽ ഒരു വെജിറ്റേറിയൻ DHA വരുന്നത്. അത് DHA 200 ആയാലും DHA ട്വിസ്റ്റ് ആയാലും ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് വരുന്നത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ആണ്. സോ നിങ്ങളുടെ കുട്ടിയുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് DHA ട്വിസ്റ്റ് കൊടുക്കാം. ഇനി ശാരീരികമായ ഡെവലപ്മെന്റ്, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം മെന്റൽ ഡെവലപ്മെന്റ് നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, DHA ട്വിസ്റ്റ് കൊടുക്കാൻ എളുപ്പമാണ്. ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റ്, അസുഖങ്ങൾ വരാതിരിക്കുക, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സലന്റ് പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇനി അതിനോടൊപ്പം തന്നെ 13 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാര് അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്കൊക്കെ DHA 200 കഴിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഓർമ്മശക്തി കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓർമ്മശക്തി കൂടാൻ വേണ്ടിയിട്ട്, കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് DHA 200 കഴിക്കാവുന്നതാണ്. വയസ്സായ ആൾക്കാർ, 60 years ഒക്കെ ഉള്ളവര് ഉറപ്പായിട്ടും ഒരു DHA കഴിക്കുമ്പോൾ 2 കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. മിനിമം ഒരു DHA 200 വെച്ചെങ്കിലും നിങ്ങൾ ഡെയിലി കഴിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രെയിനിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺ ഡിസീസ്, ഡിമെൻഷ്യ, മറവി രോഗം, ഇതൊക്കെ കൂടുതലാണ് ആൾക്കാരുള്ളിൽ. നമ്മുടെ വീട് 10 വീട് എടുത്താൽ അതിൽ ഒരാളെങ്കിലും മിനിമം ഈ അസുഖങ്ങളൊക്കെ സഫർ ചെയ്യുന്നവരുണ്ടാവും. സോ ഇതിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് DHA 200 കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൈം, പ്ലേസസ്, ഇമോഷൻ, ഇതൊക്കെ ഓർത്തിരിക്കാൻ, നമ്മുടെ മെമ്മറി കൂട്ടാൻ, നമുക്ക് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ. ചിലപ്പോൾ ആയ ആൾക്കാർക്ക് ഒരു പക്ഷെ സന്തോഷമാണോ അല്ലെങ്കിൽ വിഷമാണോ എന്ന് പലർക്കും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DHA 200 നമുക്ക് കൊടുക്കാം. അൽഷിമേഴ്സ് ഡിസീസ് ഓൾമോസ്റ്റ് 40% കുറയ്ക്കാൻ നമുക്ക് DHA 200 കഴിക്കാം. സോ നമ്മുടെ വീട്ടിലുള്ള അമ്മമ്മമാര് അല്ലെങ്കിൽ അമ്മൂമ്മമാര്, അച്ഛമ്മമാര്, അച്ചച്ചന്മാര്, അപ്പൂപ്പന്മാര്, ആരും ആയിക്കോട്ടെ, അവര് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപാട് നോക്കിയവരാണ്. നമ്മൾ ഒരുപാട് എടുത്തോണ്ട് നടന്ന്, നമ്മളെ കുളിപ്പിച്ച്, നമുക്ക് ആഹാരം തന്ന് നമ്മൾ അത്രയും നോക്കിയവരാണ്. സോ അവർക്ക് നമുക്കിപ്പൊ ചെയ്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് ഒരു DHA 200 അവർക്ക് കൊടുക്കുക, ഡെയിലി കൊടുക്കുക. നമ്മളൊരു ടാബ്ലറ്റ് അവർക്ക് കൊടുത്തിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ കഴിക്കാതിരിക്കില്ല, ഉറപ്പായിട്ടും അവർക്ക് കഴിക്കാം. സോ അവരുടെ ഈ ഹോർമോണൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഉറപ്പായിട്ടും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് DHA 200. ഡിമെൻഷ്യ, അതായത് ഓർമ്മക്കുറവ്, വേറെ ഒന്നല്ല, ഓർമ്മക്കുറവ്, അത് മറികടക്കാൻ വേണ്ടി നമ്മുടെ DHA 200 ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കൊരു ഫ്രേസ് കമ്പാരിസൺ നോക്കാം. അതായത് നമ്മുടെ DHAയിൽ ഒരു ടാബ്ലറ്റിലുള്ളത് 200 milligram ആണ്. കാരഗീൻ ആണ് അതിന്റെ ക്യാപ്സൂൾ കോട്ടിങ്, അതായത് കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ 2 ക്യാപ്സൂൾ വീതമാണ് നമ്മൾ ഡോസേജ് പറയുന്നത്. അപ്പൊ നമുക്ക് ആവുന്നത് ഒരു 25 രൂപയാണ് ആവുന്നത്. ഇനി നമ്മൾ വേറൊരു കമ്പനിയുടെ ന്യൂട്രിലൈറ്റിന്റെ ഒരു DHA ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അതിലാകെ 120 milligram DHA ആണുള്ളത്. ജെലാറ്റിൻ ആണ്, സോ അത് നോൺ വെജിറ്റേറിയൻ ആണ്. 3 ക്യാപ്സൂൾ വീതം കഴിക്കാം. കോസ്റ്റ് വരുന്നത് 40 രൂപയാണ്. ഇനി വേറൊരു കമ്പനിയുടെ DHA, ന്യൂട്രോവ എന്ന് പറഞ്ഞൊരു ന്യൂട്രാസിക്കൽ പ്രൊഡക്റ്റിന്റെ DHA ആണത്. 74.8 milligram ആണ് അതിലുള്ളത്. അത് കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. ഹൈപ്പർമിലിസ് കൊണ്ടാണ് അത് കോട്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു ക്യാപ്സ്യൂള്. അതൊരു വെജിറ്റേറിയൻ ആണ്. 2 ക്യാപ്സൂൾ വീതം കഴിക്കണം. ഇതിന്റെ കോസ്റ്റ് വരുന്നത് 53.50 പൈസയാണ്. സോ ഈ പറഞ്ഞ വെച്ചിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ ന്യൂട്രിചാർജിന്റെ DHA തന്നെയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ബോഡിയാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഫോണിന് ഇൻഷുറൻസ് എടുക്കും, കാറിന് ഇൻഷുറൻസ് എടുക്കും, ഇപ്പൊ TV വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമ്മുടെ വാറന്റി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ മൈജിയിലോ അല്ലെങ്കിൽ ഓക്സിജനിലോ ഏതൊരു സെന്ററിൽ പോയാലും അവർ പറയും, സാർ ഇതിലൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം വാറന്റി ഉണ്ട്, വേണമെങ്കിൽ 1 വർഷം കൂടെ ആഡ് ചെയ്യാം, ഇത്ര പൈസ കൊടുത്താൽ. നമ്മൾ ആഡ് ചെയ്യും. കാരണം നമുക്കറിയാം ഒരുപക്ഷെ വീട്ടിലൊന്ന് കറണ്ടിന് ഫ്ലക്ച്വേഷൻ വന്ന് ഇടി വെട്ടുവാണ്. നമ്മൾ താമസിക്കുന്ന കേരളത്തിലാണല്ലോ, മഴ പെയ്യുമ്പോൾ കറണ്ട് പോവാം, അല്ലെങ്കിൽ മിന്നലടിക്കുമ്പോൾ കറണ്ട് പോവാം, ഫ്ലക്ച്വേഷൻസ് വരാം. സോ നമ്മൾ എന്ത് ചെയ്യും? വാറന്റി കൊടുക്കും. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ പൈസ ചെലവാക്കാൻ നമ്മൾ പലരും റെഡിയാണ്. കാരണം നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ സേവ് ചെയ്തേ പറ്റൂ. എന്നാൽ അതിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്വന്തം ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരു കിഡ്നി അല്ലെങ്കിൽ ഒരു ലിവർ, ഒരു ലങ്സ്, അതിനൊക്കെ നമ്മൾ വാങ്ങുന്ന ഓരോരോ ഫോൺ അല്ലെങ്കിൽ ഒരു TVയുടെ ഒക്കെ 10-100 ഇരട്ടി
വിലയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെ അത്രയ്ക്ക് ശ്രദ്ധിക്കാറില്ല. നമ്മളെ ഫോൺ നമ്മൾ ചാർജ് ചെയ്യുന്ന അപ്പൊ തന്നെ ചാർജ് ചെയ്യും. നമ്മൾ എത്ര പേരാണ് നമ്മുടെ ചാർജ് കുറഞ്ഞ അപ്പൊ തന്നെ ചാർജ് ചെയ്യുന്നവരുള്ളത്? സോ ഏറ്റവും വലിയ അസറ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ബോഡിയാണ്. നമ്മുടെ ബോഡിക്ക് വേണ്ട പല പല ടൈപ്പ് ന്യൂട്രിയൻസ് ഉണ്ട്. അതിൽ 7 എണ്ണം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 7 എണ്ണം ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും? കാരണം ഒരുപാട് പേര് ഈ ന്യൂട്രിചാർജിന്റെ ക്ലാസ് കേൾക്കുന്നവരാണ്, ഒരുപാട് പേര് ക്ലാസ് എടുക്കുന്നവരാണ്. സോ നമ്മുടെ ബോഡിക്ക് വേണ്ട 7 വൈറ്റൽ ന്യൂട്രിയൻസ് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് വേണ്ട 7 ന്യൂട്രിയൻസ്. വെള്ളം, നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നവരായിരിക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ. ഒരുപാട് പേര് കമന്റ് ചെയ്ത് താങ്ക് യു. ആക്റ്റീവ് ആണെന്ന് അറിഞ്ഞൊരു സന്തോഷം. സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട 7 ന്യൂട്രിയൻസ്. ഇത് നമുക്ക് വേണം, അതായത് നമ്മുടെ എൽഡർ ആയിട്ടുള്ള ആൾക്കാർ, അഡൽട്സിന് വേണ്ടതുപോലെ തന്നെ കുട്ടികൾക്കും ആവശ്യമാണ്. കുട്ടികൾക്കും ഈ 7 ന്യൂട്രിയൻസ് ആവശ്യമാണ്. നമ്മൾ വെള്ളം ഡെയിലി കുട്ടികൾ കുടിക്കാറുണ്ട്. കാർബോഹൈഡ്രേറ്റ്, ചപ്പാത്തി അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, അങ്ങനെ പല പല ഇതായിട്ട് കുട്ടികൾ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഫാറ്റ് നമ്മൾ ആഹാരത്തിൽ ഡെയിലി കഴിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രോട്ടീനും വൈറ്റമിനും മിനറലും ഫൈബറും ഇത് നമ്മൾ ഡെയിലി കഴിക്കുന്നവരാണോ? ഇതിൽ പ്രോട്ടീൻ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ പയറ്, ദാല് കറി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ചീര അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രോട്ടീൻ അങ്ങനെയും കഴിക്കുന്നവരുണ്ടാവാം. എത്ര പേരുണ്ടായാലും ഡെയിലി വൈറ്റമിൻ കഴിക്കുന്നത്? വൈറ്റമിൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ആണ്. പക്ഷെ ഇന്നത്തെ പല കുട്ടികൾക്കും വൈറ്റമിൻസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണ്. ഇൻസ്റ്റന്റ് ഫുഡ് തേടി പോകുന്നവരാണ്. സോ എത്ര പേരാണ് ഓക്കെ ഇന്ന് ഞാൻ ഇത്ര വൈറ്റമിൻ കഴിക്കണം, ഇത്ര ഫ്രൂട്ട്സ് കഴിക്കാം എന്ന് പറഞ്ഞ് ഫ്രൂട്ട്സ് കഴിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ മിനറൽസ് ആണെങ്കിലും മിനറൽസ് ഉള്ളത് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ആണ്. സോ അതൊന്നും ആരും പൊതുവെ ഇന്ന് ഡയറ്റിൽ കുട്ടികൾ, എക്സ്പെഷ്യലി കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇനി ഇത് രണ്ടും കഴിച്ചാൽ തന്നെ ഫൈബർ, നാരുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് എക്സ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ വളരെയധികം കുറവാണ്. സോ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ PVMF, അത് ന്യൂട്രിചാർജ് കിഡ്സ്. ന്യൂട്രിചാർജ് കിഡ്സിൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്. ഒരു കുട്ടിയുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള എല്ലാ പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഇതിലുണ്ട്. അതായത് 49 ന്യൂട്രിയൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. ഇത് 2 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്, ചോക്ലേറ്റ് ഫ്ലേവറിലും മാംഗോ ഫ്ലേവറിലും. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അമ്മമാര് പറയുന്നത് 81% കുട്ടികളും പിക്കി ഈറ്റേഴ്സ് എന്നാണ് അമ്മമാര് പറയുന്നത്. ഇനി 70% അമ്മമാർക്കും ഫീൽ ചെയ്യുന്നത് എന്താണ്? കുട്ടികൾക്ക് എനർജി ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നു എന്ന് പലരും പറയാറുണ്ടല്ലേ. ഈവൻ ഒരു പക്ഷേ നമ്മുടെ എന്റെ അച്ഛൻ അല്ലെങ്കിൽ എന്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് നമ്മൾ കുറെ ദൂരം നടന്നാണ് സ്കൂളിൽ പോയത്, നിനക്ക് അത്ര ബുദ്ധിമുട്ട്, നിനക്ക് സ്കൂൾ ബസ് കയറി പോവാം. ശരിയാണ്, അന്ന് നമ്മുടെ മുന്നേ ഉള്ള ജനറേഷന് കുറച്ചും കൂടെ ഹെൽത്ത് ഉള്ളവരാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മുന്നേ ഉള്ള ജനറേഷൻ, എന്റെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യമാണ്. സോ അതിനേക്കാളും മുന്നേ ഉള്ളവർ കുറച്ചും കൂടെ പണിയെടുത്ത ആൾക്കാരായിരിക്കും. കാരണം ജനറേഷൻസ് കുറയുന്നോറും നമ്മുടെ വർക്കിന്റെ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വർക്ക് കൂടും, പക്ഷെ നമ്മുടെ ഹാർഡ് വർക്ക് കുറയും. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് നമ്മൾ പലരും കഷ്ടപ്പെടുന്നത്. സോ പല അമ്മമാർക്ക് ഫീൽ ചെയ്യുന്നത് 70% അമ്മമാരും പറഞ്ഞ കാര്യമാണ്, കുട്ടികൾക്ക് എനർജി ഇല്ല, കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണമാണ്, പെട്ടെന്ന് തന്നെ ക്ഷീണം വരുന്നു എന്നുള്ളത്. ഇനി പലരുടെയും വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ പലപ്പോഴും മോസ്റ്റ്ലി ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അവർ എണീച്ച് വാഷ്റൂമിൽ പോയി കുളിച്ച് ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും സ്കൂൾ ബസ് വരാറാവും. പല കുട്ടികളും 50% കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാറുണ്ട്. അതിൽ കൂടുതലും ഗേൾസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുന്നത്. കാരണം അവർക്ക് വേറെ ജോലിയും കൂടെ ഉണ്ട്. ഹെയർ കെട്ടണം, അല്ലെ, മുടി കെട്ടണം. മുടി സ്കൂളുകളിലൊക്കെ നമുക്ക് 2 സൈഡ് കെട്ടണം, അത് റൂളാണ്. പിന്നെ മുഖത്ത് പൊട്ടിടണം, കരിയത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ കൂടുതൽ കുട്ടികളിൽ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുന്നവർ ഗേൾസ് ആണ്. അതില് 50% കുട്ടികൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യുന്നവരാണ്. സോ ഈ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് കുറയും, നമ്മുടെ ലേണിംഗ് കാപ്പബിലിറ്റി കുറയും. അതായത് രാത്രി നമ്മളൊരു 8 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 8 മണിക്കായിരിക്കും കുട്ടികൾ കൂടുതലും ഡിന്നർ കഴിക്കുന്നത്. അത് കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്ത് പിന്നെ അവർ സ്കൂളിൽ ലഞ്ച് അല്ലെങ്കിൽ ഒരു സ്നാക്ക് കഴിക്കുന്നവരുണ്ടാവാം. അതൊരു 11 മണിയാണ്. സോ ഓൾമോസ്റ്റ് എത്ര സമയമാണ് ഇവർ ഒന്നും കഴിക്കാതിരിക്കുന്നത്? രാത്രി 8 മണിക്ക് അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 9 മണിക്കെങ്കിലും കുട്ടികൾ ഫുഡ് കഴിക്കുന്നവരായിരിക്കും. 9 മണിക്ക് ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്താൽ പിന്നെ അവർ അടുത്ത ഫുഡ് കഴിക്കുന്നത്, എന്തെങ്കിലും സ്നാക്സ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് 11 മണിക്കായിരിക്കും. ഇനി അത് സ്നാക്സും കഴിക്കാത്തവരാണെങ്കിൽ ലഞ്ച് കഴിക്കുന്നത് 12:30 അല്ലെങ്കിൽ 1 മണിക്കായിരിക്കും. സോ എത്ര നേരമാണ് ആ കുട്ടി ഫുഡ് കഴിക്കാതിരിക്കുന്നത്? ആ സമയത്ത് ആ കുട്ടി കഴിക്കുന്നത് ചിലപ്പോൾ വെള്ളമായിരിക്കും, ചിലപ്പോൾ പക്ഷെ എളുപ്പപ്പണിക്ക് എന്ത് ചെയ്യും, ബിസ്ക്കറ്റ് കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, പാക്കറ്റ് ഫുഡ് കഴിക്കും, ജങ്ക് ഫുഡ് കഴിക്കും. സോ ഉറപ്പായിട്ട് നിങ്ങൾ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിട്ട് വേണം നിങ്ങൾ വീട്ടിൽ വിടാൻ. ഇത് നമ്മുടെ NNB, അതായത് നാഷണൽ ന്യൂട്രീഷൻ മോണിറ്ററിംഗ് ബ്യൂറോ ഓഫ് ഇന്ത്യ പറഞ്ഞൊരു കാര്യമാണ്. 50% കുട്ടികൾക്കും ആവശ്യത്തിനുള്ള
സബ് ക്ലിനിക്കൽ അതിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന്, അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ B2, B6, ഫോളേറ്റ്, വൈറ്റമിൻ സി, ഇതൊക്കെ 50% കുട്ടികളിലും കുറവാണ് എന്നാണ് നമ്മുടെ നാഷണൽ ന്യൂട്രീഷൻ മോണിറ്ററിംഗ് ബ്യൂറോ പറഞ്ഞത്. ഇനി യുഎസിന്റെ യുണൈറ്റഡ് നേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞിരിക്കുന്നത് നോട്ട് പോസിബിൾ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് 100% ഓഫ് RDA. അതായത് RDA എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്, റെക്കമെൻഡ് ഡയറ്ററി അലവൻസ്. ഡെയിലി നമ്മൾ കഴിക്കേണ്ട ഡയറ്ററി അലവൻസിന് ഒരു ഇതുണ്ട്, അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡയറ്റ് മാത്രം വെച്ചിട്ട്. അതായത് നമ്മുടെ ഫുഡ് വഴി, നമ്മൾ ഡെയിലി 3-4 നേരം കഴിക്കുന്ന ആഹാരം വഴി ഡയറ്ററി അലവൻസ് RDA പറയുന്ന വൈറ്റമിൻസോ മിനറൽസോ ഒന്നും ആർക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ സബ് കമ്മിറ്റി ഓഫ് ന്യൂട്രീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുട്ടികളുടെ 90% ഓഫ് ബ്രെയിൻ ഡെവലപ്മെന്റും 5 വയസ്സിനുള്ളിൽ നടക്കും. നമ്മുടെ പല ഹോളിക്സിന്റെ ബൂസിന്റെ ഒക്കെ പരസ്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. 90% ബ്രെയിൻ വളർച്ചയും ആദ്യത്തെ 5 വയസ്സിനുള്ളിൽ നടന്നു കഴിഞ്ഞിരിക്കും. സോ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ ആണ് DHA. അതൊരു മേജർ ന്യൂട്രിയന്റ് ആണ്. ഇനി പ്രോട്ടീൻ ആവശ്യമാണ്. എന്തിനാണ് കുട്ടിക്ക് പ്രോട്ടീൻ ആവശ്യം? ജിമ്മിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും അല്ലെങ്കിൽ കുറച്ച് ഏജ് ഒക്കെ ഉള്ളവർക്കും പോരെ പ്രോട്ടീൻ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. കുട്ടികൾക്ക് എന്തിനാണ് പ്രോട്ടീൻ? കുട്ടികൾക്ക് എന്തിനാണ് മസിൽ? നമ്മുടെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മളെ വലുതാകുമ്പോൾ ഉള്ള മസിൽ വളർച്ച അല്ല, കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ എല്ലിനും മസിൽസിനും വേണ്ടിയിട്ട് പ്രോട്ടീൻ ആവശ്യമുള്ളത്. കാരണം കുട്ടികൾ ഗ്രോയിങ് സ്റ്റേജിലാണ്. ചില കുട്ടികൾ പറയാം എനിക്ക് കാല് പെട്ടെന്ന് കഴിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ പറയും വെറുതെ സ്കൂളിൽ പോകാതിരിക്കുന്ന നമ്പർ ഇടാണ്. കുട്ടികളുടെ എല്ല് വളരും, അതായത് ഗ്രോയിങ് പെയിൻ എന്ന് പറയും. എല്ല് ഒരുപക്ഷെ നീളം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ മസിൽസിലൊക്കെ പുതിയ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് അവർക്ക് വേദന വരും, ആവശ്യത്തിന് ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ. സോ അതൊരു സൈനാണ്. സോ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും ആവശ്യം കുട്ടികൾക്കാണ്. എക്സ്പെഷ്യലി ഒരു 13 to 34 കിലോഗ്രാം 34 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഡെയിലി നമ്മൾ കഴിക്കണം. ഡയറ്റ് വഴി കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സോഴ്സ് വഴി കഴിക്കാൻ പറ്റും. അതിനൊരു എക്സലന്റ് ചോയ്സ് ആണ് നമ്മുടെയിലുള്ള ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ കുട്ടികൾക്ക് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും? ഗ്രോ ചെയ്യാൻ വേണ്ടി, ഫിസിക്കലിയും മെന്റലിയും ഗ്രോ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം കുട്ടികൾക്ക് പെട്ടെന്ന് മുറിവുകൾ ഉണ്ടാവാറുണ്ട്, അതൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം അവർ ഓടും ചാടും, സോ അപ്പൊ വീഴുമ്പോൾ മുറിവുകൾ ഉണ്ടാകുന്നത് വളരെയധികം കോമൺ ആണ്. അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. ഏറ്റവും കൂടുതൽ കുട്ടികൾ നല്ല രീതിക്ക് ഓടാനും ചാടാനും അതിന് വേണ്ടിയിട്ടും പ്രോട്ടീൻ ആവശ്യമാണ്. സോ ഒരു ഗ്രോയിങ് ഫേസിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതൊരു കുട്ടി ആയിക്കോട്ടെ അവർക്ക് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് പ്രോട്ടീൻ. പലരും പറയാറുണ്ട് കിഡ്സ് ഉള്ള കഴിക്കുന്ന കുട്ടികൾ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര എനർജി ആയിട്ട് ഇരിക്കാറുണ്ട്. അതിനുള്ള റീസൺ ഇതിലുള്ള പ്രോട്ടീനും കൂടെയാണ്. ഇനി പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും നമുക്കറിയാം. നമ്മുടെ പല കുട്ടികളും പറയുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ചിലപ്പോൾ ഒരു പക്ഷെ മടി കാരണം പറയാം, അല്ലെങ്കിൽ സീരിയസ്ലി പറഞ്ഞ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് വയറുവേദന, അല്ലെങ്കിൽ ലൂസ് മോഷൻ വരിക, അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വരിക. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത്. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അത് അഫക്ട് ചെയ്യുന്നത് കുട്ടികളെയാണ്. സോ നമ്മുടെ ഈ ന്യൂട്രിചാർജ് കിഡ്സില് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഉണ്ട്. ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് ഫങ്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. പ്രോബയോട്ടിക്സ് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീബയോട്ടിക്സ്. പ്രീബയോട്ടിക്സും നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൽ അവൈലബിൾ ആണ്. പ്രീബയോട്ടിക്സ് നമ്മളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള ചീത്ത ബാക്ടീരിയ അല്ലെങ്കിൽ ചീത്ത മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ, അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രീബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ മിനറൽ അബ്സോർപ്ഷൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രീബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. ന്യൂട്രിചാർജ് കിഡ്സില് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിൽ എത്ര വീതം ഉണ്ട്? എത്ര മിനറൽസ് ഉണ്ട്? 14 മിനറൽസ് ഉണ്ട്, 15 വൈറ്റമിൻസ് ഉണ്ട്, 3 ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി 18 ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിലുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 3 ടൈപ്പ് പ്രോട്ടീൻ? സോയ് പ്രോട്ടീൻ, വേ പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ. ഇതാണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിലുള്ള 3 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ. ഇനി എന്തിനൊക്കെയാണ്? ഓരോ പ്രോട്ടീനും ഓരോ ഉപയോഗങ്ങളാണ് അല്ലെ. സോയ് പ്രോട്ടീന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ശാരീരികമായ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോയ് പ്രോട്ടീൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വേ പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് വേ പ്രോട്ടീൻ. ഇനി മിൽക്ക് പ്രോട്ടീന്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്കറിയാം, പലർക്കും അറിയാം, മിൽക്ക് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാലെന്നൊക്കെ പ്രോട്ടീൻ കുടിക്കുമ്പോൾ പാല് ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്നവരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, രോഗപ്രതിരോധ ശക്തി കൂടാൻ വേണ്ടി, ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതൊക്കെ: DHA, കോളിൻ,
ടിനോസ്പോറ, നമ്മുടെ അയൺ, ഫോസ്ഫറസ്, വൈറ്റമിൻ ബി കോംപ്ലക്സ്, വൈറ്റമിൻ സി ഉണ്ട്, അയഡിൻ ഉണ്ട്, മാഗ്നീസ് ഒക്കെ ന്യൂട്രിചാർജ് കിഡ്സിലുണ്ട്. ഇനി അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ, എ, സി ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ കുട്ടികളുടെ ഫിസിക്കൽ ഗ്രോത്തിന് പലരും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഹൈറ്റ്. നമ്മൾ കുട്ടിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കുട്ടിയുടെ വെയിറ്റും ഹൈറ്റും നോക്കിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫിസിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, ലൈസിൻ ഉണ്ട്, ക്രോമിയം ഉണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ സംഭവം. അതായത് 29 വൈറ്റമിൻസും മിനറൽസും കൂടെ ഉണ്ട്, 10 ബൊട്ടാനിക്കൽസ് ഉണ്ട്, 3 ടൈപ്പ് പ്രീബയോട്ടിക്സ് ഉണ്ട്, ഫൈബർ ഉണ്ട്. പലർക്കും വയറിന് പ്രശ്നം വരുന്നത് കുട്ടികളുടെ ഡയറ്റിൽ നാരുള്ള അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. സോ അതിന് പ്രതികരിക്കാൻ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ള ന്യൂട്രിചാർജ് കിഡ്സ്. ഫസ്റ്റ് ടൈം ആണ് 49 വൈറ്റൽ ന്യൂട്രിയൻസ് വെച്ചിട്ട് ഒരു കമ്പനി ഒരു യുണീക്ക് ആയിട്ടുള്ള ഡ്രിങ്ക് എടുക്കും. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കുട്ടികൾക്കുള്ള ഡ്രിങ്ക്സ് ഉണ്ട്. അതായത് ബൂസ്റ്റ്, ഹോർലിക്സ്, അങ്ങനെ പല പല ടൈപ്പുള്ള ഡ്രിങ്ക്സ് ഉണ്ട്, ബോൺവിറ്റ, അങ്ങനെ പല പല ടൈപ്പുള്ള ഡ്രിങ്ക്സ് അവൈലബിൾ. പക്ഷെ അതിലൊന്നും ഇത്രയും കണ്ടൻസ് 49 വൈറ്റൽ ന്യൂട്രിയൻസ് ഉള്ള ഒരു ഡ്രിങ്ക് നമ്മുടെ കമ്പനിയാണ് ഫസ്റ്റ് ടൈം ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു റേറ്റിന് വേറെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടില്ല. ഇത് അതിന്റെ ഓരോരോ ബൊട്ടാനിക്കൽ എക്സ്ട്രാക്ട്സ് ആണ്. ഇന്നത്തെ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ടെന്ന്. കൊക്കോ ഫ്ലേവർ ഉണ്ട്, അതായത് ചോക്ലേറ്റ് ഫ്ലേവർ. വേറൊരു ഫ്ലേവർ മാംഗോ ഫ്ലേവർ ആണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ കൊക്കോ ആണ്. എന്നാൽ ഇമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ ഡൈജഷനും കൂടെ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് കുറച്ചും കൂടെ ഡൈജസ്റ്റീവ് കംപ്ലൈൻസ് ഉണ്ട്. ഇനി കണ്ണാടിയൊക്കെ വെക്കുന്ന കുട്ടികളാണ്, പാരമ്പര്യമായിട്ട് കണ്ണിന് കാഴ്ചശക്തിയൊക്കെ കുറവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാംഗോ ഫ്ലേവർ ആയിരിക്കും ചൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ബെസ്റ്റ്. കാരണം മാംഗോയില് നമുക്കറിയാം നല്ല രീതിക്ക് ബീറ്റ കരോട്ടിൻ ഉണ്ട്. പല കുട്ടികളും ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാങ്ങ കഴിക്കാറില്ല, അല്ലെ? പലർക്കും അതിന് ടേസ്റ്റ് ഇഷ്ടമല്ല. അതൊരു സീസണൽ ഫ്രൂട്ട് ആണല്ലോ, എല്ലാ തവണയുള്ള ഫ്രൂട്ട് അല്ല. പലർക്കും മാങ്ങ കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ അൽഫോൺസോ മാംഗോ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ്. കാരണം അൽഫോൺസോ മാംഗോ നമുക്കറിയാം വളരെയധികം മധുരമാണ് അൽഫോൺസോ മാംഗോ. അത് മാത്രമല്ല ഒട്ടും തരിപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ കൊക്കോ ഫ്ലേവർ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മാംഗോ ഫ്ലേവർ കൊടുക്കാം. കണ്ണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബീറ്റ കാരോട്ടിൻ അടങ്ങിയിട്ടുള്ള നമ്മുടെ അൽഫോൺസോ മാംഗോ പൗഡർ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെമ്മറി കൂട്ടാൻ, ഓർമ്മശക്തി കൂട്ടാൻ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ നമുക്കറിയാം ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്സ് FSSAI അപ്രൂവ്ഡ് ആണ്. അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ റെഗുലേഷൻ നമുക്ക് ഉണ്ട്. ഇനി നമ്മുടെ നേരത്തെ പറഞ്ഞ തന്നെയാണ് പ്രീ പ്രോബയോട്ടിക്സ്. എന്തിനാണ് പ്രീയും പ്രോബയോട്ടിക്സ്? നമ്മുടെ വയറിലുള്ള ബാക്ടീരിയയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദഹനം, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ദഹനത്തിന്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വയറിളക്കം, ലൂസ് മോഷൻ, അല്ലെങ്കിൽ മലം പോവാത്ത പ്രശ്നങ്ങൾ. നമുക്കറിയാം പാരന്റ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കംപ്ലൈന്റ് അതാണ്. ഈവൻ ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, എനിക്കറിയാം ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കുട്ടികളുടെ കംപ്ലൈൻസ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന കേസസ് എന്ന് പറയുന്നത് വയറ് സംബന്ധമായ പ്രശ്നങ്ങളാണ്. സോ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഇതിൽ പ്രീയും പ്രോയും ബയോട്ടിക്സ് ഉണ്ട്. ഇനി നമ്മുടെ ഇതിലുള്ള കുറച്ച് ആയുർവേദ കണ്ടൻസ് ഉണ്ട്, കുറച്ച് ആയുർവേദ ചെയ്തുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ബൊട്ടാനിക്കൽസ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് 10 ബൊട്ടാനിക്കൽസോളം ഇതിലുണ്ടല്ലോ. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാണ് കാരം റോക്സ്ബർഗ്. ഇതിന്റെ പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ അയമോദകമാണ്. ഞാൻ അതൊരു താഴെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയമോദകം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് അതിന്റെ തന്നെ ഒരു റിസർച്ച് പേപ്പറാണ്. ഹെൽപ്പിംഗ് ഇംപ്രൂവിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. ഈ ഒർഗാനോ വേറൊന്നും അല്ല, പനിക്കൂർക്കയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മമാരും ഒക്കെ പണ്ട് നമുക്ക് തന്നിട്ടുള്ള സാധനമാണ്. പനി അല്ലെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ വരുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തരുന്ന ഒരു സാധനമാണ് പനിക്കൂർക്ക. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് തരാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആവിയൊക്കെ പിടിക്കാറുണ്ട്. സോ ഇതിൽ പനിക്കൂർക്കയുടെ ഇതുണ്ട്, എക്സ്ട്രാക്ട്സ് ഓഫ് ഒർഗാനോ ഉണ്ട്. ഇനി ചില്ലി പെപ്പർ, മറ്റൊന്നുമല്ല കുരുമുളക്. നമുക്കറിയാമല്ലേ, നമ്മുടെ ഒരുപാട് നേരം നമുക്ക് നേസൽ കഞ്ചഷൻ, അത് മൂക്കടപ്പ്, ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഈവൻ ഏജ്ഡ് ആയിട്ടുള്ളവരും കുരുമുളക് പെട്ടെന്ന് കഴിക്കാറുണ്ട്. തൊണ്ടയ്ക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടാനും നമ്മുടെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ കുരുമുളക് ഹെൽപ്പ് ചെയ്യും. സോ കുരുമുളകും ന്യൂട്രിചാർജ് കിഡ്സിൽ അവൈലബിൾ ആണ്. ഇനി ഗ്ലൈക്കീസിയ ഗാൽബ്ര, അത് വേറൊന്നും അല്ല, ഇരട്ടിമധുരാണ്. ഇരട്ടിമധുരം നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വൈറ്റസ് വിനിഫറ ഉണ്ട് ഇതില്. അത് വേറൊന്നും അല്ല, ഒരു ടൈപ്പ് ഓഫ് ഗ്രേപ്പ് ആണ്, മുന്തിരിയുടെ ഒരു ടൈപ്പാണ്. അത് പെട്ടെന്ന് നമുക്ക് ചുമയും കഫക്കെട്ടും ഒക്കെ ഉണ്ടെങ്കിൽ, കഫും കോൾഡും അല്ലെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ വൈറസ് സംബന്ധമായ പ്രശ്നം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണ് ജലദോഷം, ചുമ, അല്ലെ? കോമൺലി കുട്ടികൾക്ക് വരുന്ന പ്രശ്നമാണ് ഒന്ന് വയറിന്റെ ബുദ്ധിമുട്ട്, രണ്ടാമത്തെ കാര്യം ജലദോഷം, മൂന്നാമത്തെ കാര്യം ചുമ. സോ ഈ ഒരു 3 കാര്യം സോൾവ് ചെയ്താൽ തന്നെ അവർക്ക് അറ്റൻഡൻസ് 100% ആയിരിക്കാം. ഇത് വൈറ്റസ് വിനിഫറയുടെ ഒരു റിസർച്ച് പേപ്പറാണ്.
ഇനി ഓസിമം സാൻഡ് മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതുപോലൊരു ചെടിയാണ്, വേറൊന്നുമല്ല, തുളസി. നമുക്കറിയാം, നമ്മൾ ആവി പിടിച്ചും തുളസിയിലെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുന്നവരാണ്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, റെസ്പിറേറ്ററി സിസ്റ്റം സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടി നമ്മൾ തുളസി ഹെൽപ്പ് ചെയ്യും. അത് ഇതിൽ അവൈലബിൾ ആണ്. ഇനി സിംഗബർ ഒഫിഷ്യനാലെ മറ്റൊന്നുമല്ല, ഇഞ്ചിയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. നമുക്കറിയാം, നമുക്ക് ജലദോഷം അല്ലെങ്കിൽ ചുമ അല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചി നീരൊക്കെ കുടിക്കാറുണ്ട്. പണ്ടുള്ള ആൾക്കാരൊക്കെ പാസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് നമ്മളിലോട്ട്. സോ അതും ഈ ഇഞ്ചി നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിൽ അവൈലബിൾ ആണ്. സോ ഇത് സിംഗബർ ഓപ്ഷനാലിനെ പറ്റിയിട്ടുള്ള റിസർച്ച് പേപ്പറാണ്. നമുക്ക് ഈവൻ ഹോമിയോപ്പതിയിലും സിംഗബർ ഓപ്ഷനാലിന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ഇനി ടീനോസ്പോറ കാലിഫോളിയ മറ്റൊന്നും അല്ല, ചിറ്റമൃതാണ്. നമ്മുടെ ഇന്റലിജൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും, ഐക്യ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പലരും പറയും കുട്ടികൾ ഒരുപാട് പഠിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മതിയെന്ന്. പക്ഷെ നമ്മൾ ആർക്കായാലും കുട്ടി നമ്മുടെ ക്ലാസ്, നമ്മൾ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടി നന്നായിട്ട് പഠിക്കും, കുട്ടിക്ക് നല്ല ഐക്യമുണ്ട്, കുട്ടി സ്മാർട്ടാണ് എന്ന് പറയുന്നത് കേട്ട വിഷമമുള്ളവർ ആരെങ്കിലും ഉണ്ടാവും? ആരും ഉണ്ടാവില്ല. എല്ലാരും അത് മനസ്സിലാകിയും. പക്ഷെ ആരും പറയില്ല. കുട്ടികളോട് പഠിക്കാനേ എല്ലാരും പറയുള്ളൂ. മോൻ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ പഠിക്കണം എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടി ഏറ്റവും ഇന്റലിജന്റ് ആവണമെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. അത് കേട്ടാൽ കുട്ടി നല്ല സ്മാർട്ടാണെന്ന് പറഞ്ഞാൽ ആരും അയ്യോ അവൻ അത്ര സ്മാർട്ട് ആവണ്ട എന്ന് ആരും പറയാറില്ല. കുട്ടിക്ക് കുറച്ചൊക്കെ കുരുത്തക്കേട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. കുട്ടി ആക്റ്റീവ് ആണെന്നുള്ളൊരു സൈനാണ് കുട്ടിയുടെ നോട്ടി കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇന്റലിജൻസും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട്? ആ ഒരു ഇന്റലിജൻസ് കൂട്ടാൻ വേണ്ടി ഇതില് ടീനോസ്പോറ കാഡിഫോളിയ ഉണ്ട്. മറ്റൊന്നുമല്ല, ചിറ്റമൃതാണ്. പിന്നെ ഫൈലാന്തസ് ന്യൂറൂറി ഉണ്ട്. അത് വേറൊന്നുമല്ല, കീഴാർ നെല്ലിയാണ്. കുട്ടികൾക്ക് പറഞ്ഞ പാരന്റ്സ് പറഞ്ഞ വേറെ കംപ്ലൈന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, 70% അമ്മമാരും പറഞ്ഞ പ്രശ്നമാണ് കുട്ടി ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നില്ല, കുട്ടിക്ക് ക്ഷീണമാണ്, കുട്ടിക്ക് എനർജി ഇല്ല. സോ കുട്ടിയുടെ വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതില് കീഴാർ നെല്ലി അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു കാൽമക ഒരു റിസർച്ച് പേപ്പറാണ്. ഫൈലാന്തസ് ന്യൂറിനെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ച് പേപ്പറാണ് ഇത്. സോ ഇതിൽ നമ്മുടെ അപ്പറ്റൈറ്റ് സ്റ്റിമുലേറ്റ്, നമ്മുടെ വിശപ്പ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈലാന്തസ് ന്യൂറി ഹെൽപ്പ് ചെയ്യും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കീഴാർ നെല്ലിയാണ്. സോ അതിന്റെ ഒരു റിസർച്ച് പേപ്പറാണിത്. സോ ഓവറോൾ നമുക്കൊരു കുട്ടിക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്താൽ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഐ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് കണ്ണിന്റെ ആരോഗ്യം കൂട്ടാൻ പറ്റും. ബോൺ ഹെൽത്ത് കൂട്ടാൻ പറ്റും, എല്ലിന് ആരോഗ്യം കൊടുക്കാൻ പറ്റും. മസിൽ ഹെൽത്ത്, മസിൽസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കുട്ടിയുടെ മസിൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് നമുക്കറിയാം വളരെ കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ് സ്കിൻ റാഷസ് അല്ലെ. ചില കുട്ടികൾക്ക് മണ്ണ് അലർജി ആയിരിക്കും, മണ്ണ് കഴിച്ചാൽ ചൊറിച്ചിൽ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഹെൽത്ത് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇക്കാലത്തുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എയർ ഭയങ്കര പൊല്യൂട്ടഡ് ആണ്. ഇന്ന് മോസ്റ്റ്ലി എല്ലാ വീട്ടിലും വണ്ടികളുണ്ട്. സോ എല്ലാവരും ടൂ വീലേഴ്സ് അല്ലെങ്കിൽ കാർ ഉപയോഗിക്കുന്നവരാണ്. സോ പൊല്യൂഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങളെ സഹായിക്കും. ഇനി നമ്മുടെ ടീത്ത്, നമ്മുടെ പല്ല്, വേറൊന്നും നമ്മുടെ പല്ലിന് ക്യാവിറ്റി ഒക്കെ വരാം, പല്ലിന് കേടൊക്കെ വരാം, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹെയർ ഹെൽത്ത്, മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അനറോക്സിയ, അതായത് വിശപ്പില്ലായ്മ, അതിനെ കുറയ്ക്കാൻ വേണ്ടി ന്യൂട്രിചാർജ് കിഡ്സ് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, അതായത് കുട്ടികൾക്ക് നമുക്കറിയാം ഒരാൾക്ക് സ്കൂളിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ ആ ബെഞ്ചിൽ ഒരാൾക്ക് വന്നാൽ അല്ലെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ കുട്ടിക്ക് അത് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിലുണ്ട്. സോ വൈറൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് പേടിക്കേണ്ട, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് പേടിക്കേണ്ട, ഫംഗൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് പേടിക്കേണ്ട. സോ ഇതിനെയൊക്കെ തടയാനും നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സിന് സാധിക്കും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ് കുട്ടിയുടെ വെയിറ്റും ഹൈറ്റും അല്ലെ. നമ്മളിപ്പോ ഒരു കുട്ടീനെ കണ്ടാൽ മോസ്റ്റ്ലി നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ആ കുട്ടീനെ ഒരു ആരോഗ്യം ഉണ്ടെന്ന് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ഹൈറ്റും വെയിറ്റും. അത് കൂട്ടാനും ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങളെ സഹായിക്കും. ഇനി എല്ലാവരുടെയും കംപ്ലൈന്റ് ആണ് ഇൻഡൈജഷൻ. കുട്ടിക്ക് ദഹനം ശരിയാവുന്നില്ല, ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉണ്ട്, ആസിഡ് റിഫ്ലക്സ്, നെഞ്ചരിച്ചില്. നമ്മൾ പലപ്പോഴും കുട്ടികളെ പറയുന്ന കള്ളത്തരാണെന്നാണ് പലരും മോസ്റ്റ്ലി എല്ലാവരും വിചാരിക്കുന്നത്. വയറുവേദന, എപ്പോഴും വയറുവേദന. കാരണം ഇത് എപ്പോഴും നമുക്ക് വയറ് പിടിച്ചു നോക്കാൻ പറ്റത്തില്ലല്ലോ. ചുമ, ജലദോഷം, പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ അറിയാൻ പറ്റുന്ന അസുഖങ്ങളാണ്. വയറുവേദന ഒരുപക്ഷെ കുട്ടി വെറുതെ പറയുന്നതാണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വരുന്ന പ്രശ്നം ദഹന സംബന്ധമായ പ്രോബ്ലം ആണ്. സോ അതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. അതോടൊപ്പം തന്നെ അനീമിയ, രക്തക്കുറവ്, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനും ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ്, കുട്ടികൾക്ക് ഏറ്റവും കോമൺ വരുന്ന കാര്യമാണ് മുറിവുകൾ. അവർ ഓടും, ചാടും, കളിക്കും, ചിലപ്പോൾ പരസ്പരം അടി കൂടും.
ആ സമയത്തൊക്കെ വരുന്നത് മുറിവുകളായിരിക്കും. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ന്യൂട്രിചാർജ് കിഡ്സ് സഹായിക്കും. മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട്, ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, ഇന്റലിജന്റ് ഫങ്ഷൻസ് കൂട്ടാൻ വേണ്ടി, നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽസ് ഒക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങളെ സഹായിക്കും. യൂറിനറി സംബന്ധമായ ട്രബിൾസ്, യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു കാര്യമാണ്. സോ അതിനെ പ്രിവെന്റ് ചെയ്യാനും ന്യൂട്രിചാർജ് കിഡ്സ് സഹായിക്കും. മറ്റൊന്നല്ല, മൂത്രത്തിൽ പഴുപ്പാണ്, അത് പ്രിവെന്റ് ചെയ്യാനും ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങളെ സഹായിക്കും. ഇനി ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ചുമ, റെസ്പിറേറ്ററി ട്രബിൾസ്, ശ്വാസം മുട്ടല് അല്ലെങ്കിൽ ബ്രീത്തിങ് ട്രബിൾ, ആസ്മ. എനിക്ക് സ്വയം ഉണ്ടായിരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് പറയാം അതിനൊരു ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും ബൊട്ടാനിക്കൽ കണ്ടൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ഇതിലുണ്ടെങ്കിൽ ഇതിൽ കുറയാത്ത അസുഖങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല കുട്ടികളുടെ ലൈഫിൽ. അത്രയ്ക്കും കാലിബർ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഒരാളുടെ ലൈഫ് മാറ്റിമറിക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എന്റെ ലൈഫ് ഒരു പേഷ്യന്റിൽ നിന്ന് എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റി. അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഇനി ഇത് ആരൊക്കെയാണ് കഴിക്കേണ്ടത്? 2 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് ന്യൂട്രിചാർജ് കിഡ്സ് നിങ്ങൾക്ക് കഴിക്കേണ്ടത്. ഇത് മാത്രമല്ലാതെ അലർജി പ്രശ്നമുള്ളവര്, ഈവൻ വയസ്സായവര്, ശ്വാസം മുട്ടലിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വിശപ്പിന്റെ ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻ, സ്കിൻ അലർജി ഉണ്ട്, ചൊറിച്ചിലുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്ന പ്രകൃതമാണ്, ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കാം. ഇതില് കമ്പനി പറഞ്ഞിരിക്കുന്നത് 2 വയസ്സ് തൊട്ട് 12 വയസ്സായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് റിസൾട്ട്സ് കിഡ്സ് കഴിച്ച് ഒരുപാട് റിസൾട്ട്സ് ഉള്ളവരുണ്ട്. ഞാൻ കഴിച്ചത് എനിക്ക് 17-18 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. സോ ഒരിക്കലും ഈ ഒരു 12 വയസ്സ് വരെ കിഡ്സ് ആക്ട് ചെയ്യൂ എന്നല്ല, പക്ഷെ ഈ ഒരു ഏജിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് അസുഖം ഉള്ളവരാണ് നമ്മുടെ പാരന്റ്സിന്. അപ്പൊ എനിക്ക് ആസ്മ ഉള്ള ഒരു ഫാമിലി ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ അച്ഛനും ബ്രോങ്കിയൽ ആസ്മ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എന്റെ അച്ഛൻ, അതായത് എന്റെ അച്ഛൻ്റെ അച്ഛനുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട്, പാരമ്പര്യമായിട്ട് എനിക്ക് എന്തൊക്കെ പറ്റും, ശ്വാസം മുട്ടൽ കിട്ടാനുള്ള ചാൻസ്, ആസ്മ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജി, ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് അലർജി ഒക്കെ ഉള്ള ഫാമിലിയിൽ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യാം. സോ അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും എന്റെ കുട്ടി ഹെൽത്തിയാണ്, എന്റെ കുട്ടിക്ക് ഒരു കംപ്ലൈൻസും ഇല്ല, എങ്കിൽ പോലും അവരുടെ ഹെൽത്ത് കുറച്ചും കൂടെ കൂട്ടാൻ, അവരുടെ ആരോഗ്യം കുറച്ചും കൂടെ അവർ സ്മാർട്ട് ആക്കാനും ഇനി അസുഖങ്ങളൊന്നും വരാതിരിക്കാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്. ഡെയിലി 2 നേരമാണ് ഇത് കഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഒന്നീ പാലിൽ മിക്സ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പാല് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തും കൊടുക്കാം. പലരും പാല് കൊടുക്കുന്നത് കാൽഷ്യം കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ആവശ്യത്തിന് കാൽഷ്യം ഉണ്ട്. സോ ആ ഒരു ടെൻഷൻ വേണ്ട. പാല് കുടിക്കാത്ത കുട്ടികളാണ് ഇങ്ങനെ കാൽഷ്യം കിട്ടും, പാല് കുട്ടികൾ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതല്ലേ എന്ന് വിചാരിക്കാം. സോ പാല് കുടിക്കാത്ത കുട്ടികൾക്കും പറ്റിയൊരു സൊല്യൂഷനാണ് നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ്. നമ്മുടെ അടുത്ത വരുന്നൊരു തലമുറ, ഇതിനെയെങ്കിലും നമുക്കൊരു ഹെൽത്തി പ്രോസ്പെറസും ആയിട്ടൊരു തലമുറയെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. കാരണം നമ്മുടെ ഇന്നത്തെ ഒരു തലമുറയിൽ ഒരുപാട് അൺഹെൽത്തി സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ. നമുക്കറിയാം, ഒരു ഫംഗ്ഷന് പോയാൽ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് ഇതൊക്കെയാണ്. സോ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട കുട്ടികളാണ്. സോ അവർക്ക് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള കണ്ടീഷൻസ് കൂടുതലാണ്. നമുക്ക് ഉള്ള അസുഖങ്ങളൊന്നും നമ്മുടെ ഫോർഫാദേഴ്സിന്, നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ പല അസുഖങ്ങളും നമ്മൾ ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരോ വേൾഡില് ആരെങ്കിലും ഒക്കെ ബാക്ടീരിയനെ, വൈറസിനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി വരാൻ പോണ ജനറേഷൻസിന് ഇതിനേക്കാളും കൂടുതൽ ബാക്ടീരിയയും വൈറസിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടവരാണ്. അതുമാത്രമല്ല, ഇന്ന് ഒരുപാട് മായം കലർന്ന ഫുഡ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സോ അതൊക്കെ ഒരുപക്ഷെ നേരിടേണ്ടി വരുന്ന ഒരു ജനറേഷനാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത്. സോ അവർക്കെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള, പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഇന്ത്യനെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും 3 ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ് ന്യൂട്രിചാർജ് കിഡ്സ്, DHA 200, DHA ട്വിസ്റ്റ്. എന്റെ മകള് സ്റ്റാർട്ടിങ്ങിൽ ബിനു സാർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്റെ മകള് സത്യത്തില് നമുക്ക് അറിയാം കുട്ടികളെ കമഴ്ന്ന് വീഴുന്നത് 3 മാസം, ഒരു 2.5-3 മാസത്തിലൊക്കെയാണ്. എന്റെ മകള് കറക്റ്റ് 45 ഡേയ്സിൽ, അതായത് 45ാമത്തെ ദിവസത്തിലാണ് കമിഴ്ന്ന് വീണത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ഇരുന്ന് തുടങ്ങുന്നത് നമ്മൾ പറയും ഒരു 5 to 6, 5 തൊട്ട് 6 മാസം വരുന്ന സമയത്താണ് കുട്ടികൾ ഇരുന്ന് തുടങ്ങുന്നത്. അവളൊരു 3.5 months ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് പതുക്കെ ഇരുന്ന് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഓരോ മന്തിലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 4ാമത്തെ 5ാമത്തെ മാസത്തിലെ ഫോട്ടോയിലൊക്കെ ആള് ഇരിക്കുകയാണ്, സപ്പോർട്ടൊന്നും ഇല്ലാതെ ആള് കൂളായിട്ട് ഇരിക്കുന്ന ആളായിരുന്നു. ഇനി 5ാമത്തെ മാസത്തിൽ നമ്മളിങ്ങനെ വെറുതെ വിരല് കൊടുക്കുക, അല്ലെങ്കിൽ സോഫയുടെ ഒക്കെ അടുത്ത് പോയി ഇരുന്ന അവള് പതുക്കെ അത് പിടിച്ച് എണീച്ച് നിൽക്കുമായിരുന്നു. അതിന്റെയൊക്കെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് DHA 200 ഞാൻ ഡെയിലി കഴിച്ച ഒരാളാണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് എന്നറിഞ്ഞോ അന്ന് തൊട്ട് ഞാൻ DHA 200 കഴിച്ച ഒരാളായിരുന്നു.
സോ അതിന്റെ ഒരു മാർവലസ് റിസൾട്ട് എന്റെ വീട്ടിൽ ഞാൻ പേഴ്സണലി കാണുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് 8th മന്ത് കംപ്ലീറ്റ് ആയി ഒരു വീക്ക് കഴിഞ്ഞപ്പോ, അതായത് 9ാമത്തെ മാസം തുടങ്ങി കഴിഞ്ഞപ്പോ മോള് നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അവൾക്ക് 1 മാസം 2 വയസ്സും ആണ് പ്രായമുള്ളത്. അവൾ ആൾമോസ്റ്റ് ഒരു 40 വേർഡ്സോളം പറയും. ഞാൻ പറയുന്ന ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നല്ല, നമ്മളൊരു കാര്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി വീണ്ടും വീണ്ടും ചോദിച്ചാൽ അതപ്പൊ തന്നെ അവള് തിരിച്ചു പറയും. ഒരുപാട് വേർഡ്സ് പറയും. ഈവൻ അച്ഛമ്മ എന്നൊക്കെ പറയാൻ കുറച്ച് പാടാണ്. അച്ഛമ്മ, രായൻ സാറിനെ അവള് വിളിക്കുന്ന അച്ചാച്ചൻ എന്നാണ്, അച്ചാച്ചൻ പറയും. എന്റെ അച്ഛനെ അവള് വിളിക്കുന്ന അപ്പൂപ്പൻ എന്നാണ്, അപ്പൂപ്പൻ പറയും. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, 3-4 പേര് വന്നു, നമ്മൾ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. 2 തവണ പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ തവണ ആരാന്ന് ചോദിച്ചാല് ആ കുട്ടി അവള് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാറുണ്ട്. സോ അതൊക്കെ അവള് സ്ഥിരമായിട്ട് DH200 ഞാൻ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഇപ്പോഴും കഴിക്കുന്നതിന്റെയും അവൾക്ക് ഇപ്പൊ ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ്. പലരും വീട്ടിൽ വെച്ചാൽ ഇത്രയൊക്കെ കുട്ടിയെ സംസാരിച്ച് തുടങ്ങാറുണ്ടോ? അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അച്ഛമ്മയുണ്ട്, അതായത് അച്ഛന്റെ അമ്മ, ഡോക്ടർ രാജൻ സാറിന്റെ അമ്മയുടെ. അപ്പൊ അച്ഛമ്മയൊക്കെ പറയും കുട്ടീനെ ഒഴിഞ്ഞിടണോന്നൊക്കെ, കാരണം കണ്ണ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട്. കാരണം അത്രയും വേർഡ്സ് അവള് പറയാറുണ്ട്. നമ്മുടെ ഓപ്പോസിറ്റും തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ ആൾക്കാരുടെ പേര് പറയാറുണ്ട്. സോ അതൊക്കെ അത്ര ഒരു മാർവലസ് റിസൾട്ട്. ഇന്ന് പലർക്കും ഡെവലപ്മെന്റ് സ്ലോ ആണ്. കുട്ടികൾ നടക്കുക, എനിക്കറിയാം എന്റെ ഫ്രണ്ട്സിന്റെ തന്നെ കുട്ടികൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് നടക്കാത്തവരാണ്. അപ്പൊ ഞാൻ പറയുന്നത് DH ട്വിസ്റ്റ് കൊടുക്കാം. ഞാൻ ഞാൻ എന്റെ മകൾക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടും പലരും പറയും അതിന്റെയൊക്കെ ആവശ്യമില്ലടി, ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ നോർമലാണ്. ചിലപ്പോൾ 1.25 വയസ്സാകുമ്പോൾ നടക്കും. കാരണം നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളാണ്. ഒരിക്കലും ഡോക്ടർ സൊല്യൂഷൻസ് നമുക്ക് കംപ്ലീറ്റ്ലി തരില്ല. ഒരു സൊല്യൂഷൻ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടി, നമ്മൾ ആ അസുഖം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടറെ കാണാൻ പോവില്ലല്ലോ. ഞാൻ അച്ഛനോട് ഇപ്പോഴും, എന്റെ സ്വന്തം അച്ഛനോട്, ബിൻസാനോട് പറയുന്നൊരു കാര്യമാണ്, സത്യം പറഞ്ഞ ഈ ആർസിയിലുള്ള ന്യൂട്രിഷന്റെ ഓരോരോ പ്രൊഡക്റ്റ് വരുമ്പോൾ എനിക്ക് പേടിയാ. എപ്പോഴാണ് നമ്മുടെ പണി തീരുമെന്ന് നമുക്കറിയില്ല. അത്രയും കഴിവുള്ള ഓരോരോ പ്രൊഡക്ട്സ് ആണ് കൊണ്ടുവരുന്നത്. കാരണം 5-6 വർഷമായിട്ട് ഞാൻ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം ഇത് 3 ഞാൻ ഒരുമിച്ച് കഴിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് മാറാത്ത ശ്വാസം മുട്ടാണ് ഞാൻ ഒരു 9 മാസം കിഡ്സ് മാത്രം കഴിച്ചപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത്. എന്റെ സ്വന്തം മകൾക്ക് ഞാൻ സേഫ് ആയിട്ട് ഏറ്റവും, ഞാൻ ഒരുപക്ഷെ ആഹാരം കഴിക്കാൻ മടിയെന്ന് വിചാരിക്കുന്ന ദിവസം, ചില ദിവസം ഇപ്പൊ പല്ലൊക്കെ വരികയാണ്, അങ്ങനെയുള്ള ദിവസം ആഹാരം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ പോലും ഞാൻ DH ടെസ്റ്റ് കൊടുക്കാതെ അവളെ ഉറക്കാറില്ല. ഇനി ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ ന്യൂ ബോൺസ് പാരന്റ്സ്, അത് ആദ്യത്തെ 6 മാസമൊന്നും കുട്ടികൾ ഉറങ്ങിയില്ല. എന്റെ മോള് എനിക്കറിയാം ജാനുവരി 3, നവംബർ 18-നാണ് ജനിക്കുന്നത്. ജാനുവരി 3 തൊട്ട് കറക്റ്റ് രാത്രി ഒരു 7 മണി തൊട്ട് പിറ്റേന്ന് മോർണിംഗ് 7 മണി വരെ ഉറങ്ങും. സോ അപ്പൊ എനിക്ക് ആദ്യം ടെൻഷനായിരുന്നു, ഈ കുട്ടി പാലൊന്നും കുടിക്കുന്നത് ഉറങ്ങുവാണല്ലോ. അപ്പൊ ഡോക്ടർ ആൻസറിനോടൊക്കെ ഞാൻ പറയുമ്പോൾ അച്ഛൻ പറയും കുഴപ്പമില്ല, ഉറങ്ങുന്നത് നല്ലതല്ലേ, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കുന്നത് ഉറങ്ങുന്നതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ട കാര്യം. എന്നാലും ഞാൻ വിചാരിക്കും ഇനിയിപ്പോ ഉറങ്ങുന്നതുകൊണ്ട് പാല് കുടിക്കില്ല, അപ്പൊ വിശപ്പ് ഒന്നും കാണൂല, ഇനിയിപ്പോ വെയിറ്റ് വെക്കോ, അങ്ങനെയൊക്കെ എന്റെ പല ടെൻഷൻ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഓരോ തവണ ചെക്കപ്പിനൊക്കെ പോകുമ്പോൾ വെയിറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു. സോ ഡോക്ടർ എന്നോട് പറഞ്ഞു, പീഡിയാട്രീഷ്യൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും ഉറങ്ങുന്ന ഒരു കുട്ടീനെ നമ്മൾ എണീപ്പിച്ച് പാല് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന്. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പാല് ആവശ്യത്തിനില്ല എന്നുള്ളത്. നമ്മുടെ ആർസിഎമ്മില് പ്രോട്ടീൻ ഉണ്ട്, ന്യൂട്രിചാർജ് വിമൺ ഉണ്ട്, വെജ് ഒമേഗ ഉണ്ട്, DHA ഉണ്ട്, ഗാമയുണ്ട്. സോ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് കഴിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാലുണ്ടാവും. അപ്പൊ നമുക്ക് വെളിയിലുള്ള ഈ ഫോർമുല നമുക്ക് ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല. ഇപ്പൊ തന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് നെസ്ലയുടെ ഫോർമുല. അത് 11 ടൈപ്പാണ് കമ്പനി തിരിച്ചു വിളിച്ചത്. അപ്പോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ. അതിനും നമുക്കൊരു സൊല്യൂഷൻ DHL ഉണ്ട്. ഞാൻ പറയുന്ന പാലിന്റെ ക്വാണ്ടിറ്റി കൂടും, അളവ് കൂടും എന്നല്ല ഞാൻ പറയുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള മിൽക്ക് കൊടുക്കാനും DH200 നിങ്ങൾ കഴിച്ചാൽ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടിയുടെ ആക്ടിവിറ്റി, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് കുട്ടി നല്ല സ്മാർട്ടായിട്ട് ആക്റ്റീവായിട്ട് ആരെ കണ്ടാലും സംസാരിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ഹാപ്പി ചൈൽഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ലൊരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ ജീവിക്കുന്നതന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് 3 പ്രൊഡക്ട്സ് ആണ് ഈ DH200, DHA ട്വിസ്റ്റ് ആൻഡ് ന്യൂട്രിചാർജ് കിഡ്സ്. സോ ഇത് ആവശ്യം ഉള്ളവർ ആരായാലും ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടെങ്കിലും അവർക്ക് കൊടുക്കാം. നിങ്ങളൊരു ന്യൂ ബോണിന്റെ വീട്ടിൽ പോകണം, ഒരു കുട്ടീനെ കാണാൻ പോകണം, ജനിച്ചൊരു കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾക്ക് DH ടെസ്റ്റ് കൊടുത്തിട്ട് പറയാം 6 മാസം കഴിയുമ്പോൾ കുട്ടിക്ക് ഫുഡിൽ മിക്സ് ചെയ്തത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ലേഡീനെ കാണാൻ പോകണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് DH200 കൊടുത്തിട്ട് പറയാം. ഇന്നത്തെ കാലത്ത് ഫോൺ ഇല്ലാത്തവരാരും ഇല്ലല്ലേ, നിങ്ങൾ ഇതിന്റെ കണ്ടൻസിനെ പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നീ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് വരാം. ഫ്രൂട്ട്സോ നട്ട്സോ കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ഡിഫറൻസ് നമ്മുടെ ഈ പ്രൊഡക്ട്സ് നമുക്ക് കൊടുത്താൽ ചേഞ്ചസ് നമ്മൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ കാര്യമാണ്. സോ ഇനിയുള്ള ഒരു തലമുറയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഈ ഒരു 3 പ്രൊഡക്ട്സും നിങ്ങൾ ഉറപ്പായിട്ടും പ്രൊമോട്ട് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ചോദിക്കാം. സോ താങ്ക് യു. ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു. അത് മാത്രമല്ല ചാറ്റ് ബോക്സിൽ ഞാൻ കമന്റ്സ് കാണുന്നുണ്ടായിരുന്നു. ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ആയിരുന്നു. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു.